dear students, welcome to Franklin's Lectures. നമ്മൾ ഇന്ന് നമ്മുടെ S3യുടെ കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് എയുടെ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസ് 3 ഈ കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നിങ്ങൾ ഒരു S2ന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും. സോ ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ടേ ഓരോ പോർഷൻസ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ അവസാനം എക്സാമിന്റെ സമയത്ത് ആ ഒരു റഷ് ഒഴിവാക്കാം. സോ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഈ സെമസ്റ്ററിൽ നമുക്ക് മാത്സിൽ പഠിക്കാനുള്ളതെന്ന്. നിങ്ങൾ ഫസ്റ്റ് 2 സെമസ്റ്ററിലും S1ലും S2ലും ആയിട്ട് നിങ്ങൾ ഇതിന്റെ മാത്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 1ഉം കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 2 നിങ്ങൾ പഠിച്ചു. അതിൽ നിങ്ങൾ വെക്ടേഴ്സിനെ പറ്റിയും കാൽക്കുലസും ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, സോ ഈ ഒരു സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി തിയറിയാണ്. എന്താണ് പ്രോബബിലിറ്റി തിയറിയിലെ റാൻഡം വേരിയബിൾസ് എന്തൊക്കെയാണ്, പല ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് ഏതാണ്, അതുപോലെ പല പ്രോബബിലിറ്റി മോഡൽ എന്തൊക്കെയാണ്, അതിന് നമ്മൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെമ്മിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു സെമ്മിൽ ഓവറോൾ നമുക്ക് പ്രോബബിലിറ്റി തിയറിയുടെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിലെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന്. നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ ഒന്നാണ് കേട്ടോ ഈ മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ഗ്രൂപ്പുകാരുടെ കോർ സബ്ജക്റ്റിൽ ഒന്നാണ് മാത്തമാറ്റിക്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 3 എന്ന് പറയുന്നത്. 3 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണ് ഇത്. ഓക്കെ, സോ ഇതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പ്രോബബിലിറ്റി തിയറിയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം തന്നെ റാൻഡം വേരിയബിൾസ് എന്താണെന്ന് പഠിക്കും. ഓക്കെ, നമ്മുടെ ആ പ്രോബബിലിറ്റിയിൽ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് എന്താണെന്ന് പഠിക്കും. അതുപോലെ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് ദെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് നമ്മൾ പഠിക്കും. പിന്നെ ആ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കും. പിന്നെ നമ്മൾ എന്ത് പഠിക്കും? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അത് നമ്മൾ പഠിക്കും. ഒരു റാൻഡം വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്നൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ, മീൻ ആൻഡ് വേരിയൻസ്, ഒരു റാൻഡം വേരിയബിളിന്റെ എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പോകും, ഇതെല്ലാം നമ്മൾ ഒരു റാൻഡം വേരിയബിളിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം എങ്ങനെ പഠിക്കാമെന്ന് അറിഞ്ഞിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് പോകും, നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ഓക്കെ, സോ റാൻഡം വേരിയബിൾസ് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. ഓരോ ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും. ആദ്യം നമ്മൾ പഠിക്കുന്നത് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്, ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോസോൺ റാൻഡം വേരിയബിൾ, പോസോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പോസോൺ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പഠിക്കും. അതിന്റെ മീനും വേരിയൻസും ഒക്കെ കാണാൻ നമ്മൾ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷനും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ, ഒരു ലിമിറ്റിംഗ് ഫോമാണ് എന്ത്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ലിമിറ്റിംഗ് ഫോമാണ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ. സോ അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ പഠിക്കും. പിന്നെ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് രണ്ട് റാൻഡം വേരിയബിൾസ് ഒരുമിച്ച് വരുന്ന കേസാണ്. ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് വരുന്ന കേസിലാണ് നമ്മൾ അടുത്തത് പോവാം. ആ ഒരു കേസാണ് പഠിക്കുക. സൈമൾട്ടേനിയസ് ആയിട്ട് 2 റാൻഡം വേരിയബിൾസ് വരുന്ന കേസാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അത് അതിന്റെ ജോയിൻ PMF നമ്മൾ പഠിക്കും, ജോയിൻ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾസ്. പിന്നെ മാർജിനൽ PMF, 2 റാൻഡം വേരിയബിൾസ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് മാർജിനൽ PMF ഉണ്ട്, ജോയിൻ PMF ഉണ്ട്, അത് രണ്ടും നമ്മൾ പഠിക്കും. പിന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആവുന്ന കേസ്, 2 റാൻഡം വേരിയബിൾസ് വരുന്ന സമയത്ത് അത് എപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് 2 ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്, 2 റാൻഡം വേരിയബിൾസ് വരുന്ന സമയത്ത് ആ ഫംഗ്ഷന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത് റാൻഡം വേരിയബിൾസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ അതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കും. സെക്കൻഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ നമ്മൾ അത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആകും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിലിറ്റി മോഡൽസിനെ പറ്റിയൊക്കെ പഠിക്കും ബാക്കി 2 മൊഡ്യൂൾസിലായിട്ട്. ഓക്കെ, സോ ഈ ഫസ്റ്റ് 2 മൊഡ്യൂൾസും പഠിക്കുമ്പോൾ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് JL ഡിഫോറിന്റെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ് എന്ന് പറഞ്ഞ ബുക്കാണ് നമ്മൾ ഫസ്റ്റ് 2 മൊഡ്യൂളിനും റെഫർ ചെയ്യേണ്ടത്.
അതാണ് KTU സിലബസിൽ തന്നിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഫസ്റ്റ് 2 മൊഡ്യൂൾസിനും JL ഡിവോറിന്റെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനും സെക്കൻഡ് മൊഡ്യൂളിനും നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്ക്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞ് തേർഡ് മൊഡ്യൂളിൽ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രോബബിലിറ്റി മോഡൽസിനെ പറ്റിയാണ്. അപ്പോൾ അത് ഷെൽഡൻ M. റോസിന്റെ ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി മോഡൽസ് എന്ന് പറയുന്ന ബുക്കാണ് നമ്മൾ അവിടെ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, സോ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഈ ഒരു സിലബസിൽ ഈ ഒരു മൊഡ്യൂൾ 1 നമ്മൾ പ്രോബബിലിറ്റീനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രോബബിലിറ്റി പഠിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പം ഫസ്റ്റ് 2 സെമസ്റ്ററുകളിലായിട്ട് നിങ്ങൾ വെക്ടേഴ്സും മെട്രിക്സും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ എന്തിനാണ് ഈ പ്രോബബിലിറ്റി പഠിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന കുട്ടികളാണ്. സോ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ റാൻഡമാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഒരു റാൻഡം ആയിട്ടുള്ള വേൾഡിലാണ്. ഓക്കെ, സോ ഈ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ റാൻഡം ആയിട്ടുള്ള ഇവന്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറിക്കലി നമ്മൾ ആ റാൻഡം ആയിട്ടുള്ള ഇവന്റ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്ത് ഈ റാൻഡംനെസ്സിനെ കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ആ റാൻഡംനെസ്സിന്റെ എന്താ പറയുക, ആ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്രോബബിലിറ്റി ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് തന്നെ. ഓക്കെ, സോ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഏറ്റവും അധികം ഇപ്പം വെക്ടേഴ്സ് ആണ് നിങ്ങൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. വെക്ടേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് യൂസ് വരുന്നത് ഈ പ്രോബബിലിറ്റി തിയറിയാണ്. കാരണം നിങ്ങൾ മെഷീൻസിനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? മെഷീൻ ലേണിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്, AI പഠിക്കുന്ന കുട്ടികളുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ ഒക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ പ്രീവിയസ്ലി നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ട് നിങ്ങൾ മെഷീനെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. സോ ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് മെഷീനെ ട്രെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ പ്രോബബിലിറ്റിയിലെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതൊക്കെ. സോ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രോബബിലിറ്റി തിയറി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പ്രോബബിലിറ്റി നിങ്ങൾക്ക് നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഭാഗങ്ങൾ വരുന്ന പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. എവിടെയൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലി ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഭാഗങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. സോ ആൽഗോരിതം ഡിസൈൻ ആൻഡ് അനാലിസിസ്. സോ നിങ്ങൾ പല ആൽഗോരിതംസും നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ്, ആൽഗോരിതംസിന്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഈ ആൽഗോരിതം ഡിസൈൻ ആൻഡ് അനാലിസിസിൽ നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ അനലൈസിങ് ആവറേജ് കേസ് ആൻഡ് പ്രോബബിലിറ്റീസ് പെർഫോമൻസ് ഓഫ് ആൽഗോരിതംസിന്റെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോബബിലിറ്റി റാൻഡം വേരിയബിൾസിനെയും പ്രോബബിലിറ്റിനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രോബബിലിറ്റി നമ്മൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, എക്സ്പെക്ടേഷൻസ് ആൻഡ് വേരിയൻസ് ആർ യൂസ്ഡ് ഇൻ മോഡൽസ് ലൈക്ക് നെയ്വ് ബയസ്, ഡിസിഷൻ ട്രീസ് ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. സോ നെയ്വ് ബയസിലും ഡിസിഷൻ ട്രീയിലും മെഷീൻ ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗിലും ഒക്കെ തന്നെ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും അതിന്റെ എക്സ്പെക്ടേഷൻസും വേരിയൻസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റയെ തമ്മിൽ വേർതിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ വേരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് ഡാറ്റ ഓവർഫിറ്റ് ചെയ്യാതെ പോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ്. അതുപോലെ നെയ്വ് ബയസിലൊക്കെ നമ്മൾ എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നെയ്വ് ബയസ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഡാറ്റാ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീൻ വേരിയൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പ്രഡിക്ഷൻസ് ചെയ്യാൻ ഡാറ്റാ സയൻസും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റേൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി പ്രഡിക്ഷൻ ചെയ്യാനാണ് നമ്മൾ ഡാറ്റാ സയൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ സമയത്ത് നമ്മൾ എന്താണ് അണ്ടർസ്റ്റാൻഡ് ഡാറ്റ ബിഹേവിയർ, കമ്പ്യൂട്ട് മീൻ വേരിയൻസ് ആൻഡ് മേക്ക് പ്രഡിക്ഷൻസ് യൂസിങ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പോൾ ഈ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റേനെ അനലൈസ് ചെയ്ത് മീനും വേരിയൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഡാറ്റേനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ
അവിടെയൊക്കെ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിമുലേഷൻ ആൻഡ് മോഡലിംഗ്, റാൻഡം വേരിയബിൾസ് മോഡൽ റിയൽ വേൾഡ് സിസ്റ്റംസ് ഇൻ സിമുലേഷൻ. സോ എന്താണ് ഞാൻ പറഞ്ഞില്ലേ, റിയൽ വേൾഡിൽ നടക്കുന്ന പല ടൈപ്പ് ഓഫ് കാര്യങ്ങളും റാൻഡം ആണ്. സോ അതിനെയൊക്കെ നമ്മളൊന്ന് മോഡൽ ചെയ്ത് എന്തൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള കാര്യങ്ങളെന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ അതിനെ റിയൽ വേൾഡ് സിസ്റ്റത്തിനെ നമ്മൾ എന്താക്കണം, നമ്പേഴ്സിന്റെ ഫോമിലേക്ക് ആക്കണം. സോ അത് അങ്ങനെ മോഡൽ ചെയ്യുന്ന കേസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ പ്രോബബിലിറ്റി തിയറിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യൂസ്, നെറ്റ്വർക്ക് ട്രാഫിക്, കസ്റ്റമർ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ആണ്. ഓക്കെ, സോ ഇത്രയും കാലത്തെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ വെച്ചിട്ട് ഇനി എങ്ങനെയായിരിക്കും, എന്തൊക്കെ ആയിരിക്കും കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ എന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോബബിലിറ്റി വേണം. പിന്നെ ഒരു ട്രാഫിക്കിലെ നെറ്റ്വർക്ക് ട്രാഫിക് നമ്മൾ എന്താണ്, ട്രാഫിക്കിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. അവിടെ എപ്പോഴൊക്കെ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് പ്രോബബിലിറ്റി തിയറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ്, പോസോണും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസും ആർ യൂസ്ഡ് ടു മോഡൽ പാക്കറ്റ് അറൈവൽസ്, ഫെയിലിയേഴ്സ് ആൻഡ് റീട്രാൻസ്മിഷൻ ഇവന്റ്സ്. സോ ഇത്തരത്തിലുള്ള കേസസിലൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോസോണും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ സൈബർ സെക്യൂരിറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പ്രോബബിലിസ്റ്റിക് മോഡൽസ് ഹെൽപ്പ് ഇൻ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ, സ്പാം ഫിൽറ്ററിംഗ് ആൻഡ് അനോമലി ഡിറ്റക്ഷൻ. ഇപ്പം സ്പാം മെയിൽ ഫിൽട്ടർ ചെയ്യാൻ, അതുപോലെ അനോമലീസിനെ ഡിറ്റക്ട് ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് ഈ പ്രോബബിലിറ്റി മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന പല ഡിസ്ട്രിബ്യൂഷൻസും, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതാണ്. ഈ സ്പാം മെയിൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫോളോ ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്പാം ഒക്കെ. അതുകൊണ്ടാണ് നമുക്ക് സ്പാംസിനെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. അനോമലീസും അതുപോലെയാണ്. അനോമലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പാറ്റേണിൽ നിന്ന് അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു സാധനം, അതാണ് അനോമലി. ഓക്കെ, സോ ആ കേസിലൊക്കെ നമ്മൾ എന്താണ്, നമ്മുടെ ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഗെയിമിംഗ്സ്, റാൻഡം ഇവന്റ്സ് യൂസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂസ്. സോ ഈ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ഗെയിമിങ്ങിലും ഒക്കെ നമ്മൾ എന്താണ്, അവിടെയൊക്കെ നമ്മൾ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റാബേസ് ക്വറി ഒപ്റ്റിമൈസേഷന് നമ്മൾ എന്താണ്, എസ്റ്റിമേഷൻസ് ഓഫ് സെലക്റ്റീവ്ലി ആൻഡ് കോസ്റ്റ് ഓഫൺ യൂസ് പ്രോബബിലിസ്റ്റിക് മോഡൽസ്. അപ്പം ക്വറി ഒപ്റ്റിമൈസേഷന് നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിലിറ്റി മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒപ്റ്റിമൈസേഷൻ നമ്മൾ നടത്തുക. ഓക്കെ, പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, വേർഡ് പ്രഡിക്ഷൻസ്, ടാഗ് അസൈൻമെന്റ്സ് ആൻഡ് ലാംഗ്വേജ് മോഡൽസ് ആർ ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി മോഡൽസ് ആൻഡ് ജോയിന്റ് PMFs. അപ്പം വേർഡ് പ്രഡിക്ഷൻ നടത്താൻ, ടാഗ് അസൈൻമെന്റ്സ് നടത്താൻ ഒക്കെ നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ്റെ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. അപ്പം അങ്ങനെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിലേക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി മോഡൽസ് ആണ്. പിന്നെ റിലയബിലിറ്റി എഞ്ചിനീയറിംഗ് ആൻഡ് ഫോൾട്ട് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് പ്രോബബിലിറ്റി മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് എക്സ്പെക്റ്റഡ് വാല്യൂസ് ആർ യൂസ്ഡ് ടു ചൂസ് ഒപ്റ്റിമൽ സ്ട്രാറ്റജീസ് ആൻഡ് അൺസർട്ടനിറ്റി. അപ്പോൾ അൺസർട്ടനിറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്റ്റഡ് വാല്യൂസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും റിസോഴ്സ് അലോക്കേഷനിലും ഒക്കെ ഈ റാൻഡംനെസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ക്രിപ്റ്റോഗ്രഫി ആൻഡ് ഇൻഫർമേഷൻ തിയറി, കൺസെപ്റ്റ്സ് ഓഫ് റാൻഡംനെസ് ആൻഡ് പ്രോബബിലിറ്റി ആർ ഫൗണ്ടേഷൻ ഫോർ സെക്യൂർ കീ ജനറേഷൻ ആൻഡ് മെസ്സേജ് എൻകോഡിംഗ്. അപ്പം കീ ജനറേഷനും മെസ്സേജ് എൻകോഡിങ്ങിനും ഒക്കെ എന്താണ്, നമ്മുടെ ക്രിപ്റ്റോഗ്രഫിയിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ക്രിപ്റ്റോഗ്രഫിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്യാണ്. സോ അങ്ങനെ മെസ്സേജസിനെ എൻക്രിപ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, പ്രോബബിലിറ്റി തിയറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റാൻഡം വേരിയബിൾസിനെയും ഒക്കെ പ്രോബബിലിറ്റിനെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഒട്ടും പേടിക്കാതെ കൂളായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും ഒക്കെ ആയിട്ട് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക്
അന്ന് തന്നെ നിങ്ങൾ ആ ചാപ്റ്റർ ഒന്ന് ഇത് നമ്മുടെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്ത് കണ്ടാൽ തന്നെ നിങ്ങൾ എന്താവും, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും ക്ലാസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ. പിന്നെ അതുപോലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതും വെച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് മൊഡ്യൂളിലേക്ക് കിടക്കാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് റാൻഡം വേരിയബിൾ ആണ്. സോ റാൻഡം വേരിയബിളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പ്രോബബിലിറ്റിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ റാൻഡം വേരിയബിൾ വരുന്നതിന്റെ മുന്നേ നമ്മൾ പറയേണ്ടതാണ് റാൻഡം എക്സ്പെരിമെന്റ്. എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ്? ഞാൻ പറഞ്ഞു നമ്മുടെ ചുറ്റും നടക്കുന്നതൊക്കെ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ്. പലതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നതിന് ഇന്ന ഔട്ട്കം ആണ് വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെ? അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് അറിയില്ല എന്താണ് അതിന്റെ ഔട്ട്കം വരിക എന്നുള്ളത്. അതിന് ഇന്ന ഇന്ന ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിയുമായിരിക്കും. പക്ഷേ സ്പെസിഫിക് ആയിട്ട് ഇപ്പം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത്, ഞാനൊരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതിനവിടെ ഇപ്പം ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ 2 ടൈപ്പ് ഓഫ് ഔട്ട്കം ഉണ്ടെന്ന് എനിക്കറിയാം. ഹെഡും വരാം, ടെയിലും വരാം. പക്ഷേ ഇതിൽ ഹെഡ് ആണോ ടെയിൽ ആണോ വരികയെന്ന്, ഞാനിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്താൽ അവിടെ ഹെഡ് വരുമോ ടെയിൽ വരുമോ എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ ഔട്ട്കം എന്താണെന്ന് സെർട്ടൈൻ ആയിട്ട് പറയാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഓക്കെ, ആൻ എക്സ്പെരിമെന്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് n നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. നമുക്ക് ഒരേപോലത്തെ കണ്ടീഷൻസിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഇതിനെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കം. അപ്പം ഇതിന് ഒന്നിലധികം ഔട്ട്കം ഉണ്ടായിരിക്കും. ഒരു ഔട്ട്കം മാത്രം ഉണ്ടാവുന്ന സമയത്ത് അതെന്താവില്ല, അത് റാൻഡം എക്സ്പെരിമെന്റ് ആവില്ല, അതൊരു ഡിറ്റർമിനിസ്റ്റിക് എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, സോ ഒരു ഔട്ട്കം മാത്രം ഉണ്ടാവുകയാണെങ്കിൽ ഇത് എന്തായാലും റാൻഡം ആവില്ല. അപ്പോൾ ഒരു ഔട്ട്കം മാത്രമാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ, ആ ഔട്ട്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു എന്താണ്, അതിൽ എക്സൈറ്റിംഗ് ആയിട്ട് അതിലൊന്നുമില്ല. പക്ഷേ റാൻഡം എക്സ്പെരിമെന്റ് ആവുന്ന സമയത്ത് അതിൽ മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കം ഉണ്ടായിരിക്കും. പിന്നെ ഔട്ട്കം കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി. സെർട്ടൈൻ ആയിട്ട് ഇന്ന ഔട്ട്കം ഇവിടെ വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ എക്സ്പെരിമെന്റ് ആണ് റാൻഡം എക്സ്പെരിമെന്റ്. ആൻഡ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഈസ് വെൽ ഡിഫൈൻഡ്. അവിടെ എല്ലാ പോസിബിൾ ഔട്ട്കംസും നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് അറിയായിരിക്കും. പക്ഷേ ഇന്നത് അവിടെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോവാണ്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് ഇത് തന്നെ ഓർഡർ ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ആ റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അറിയാം അവിടെ ഇന്ന ആ മെനുവിൽ ഇന്ന ഐറ്റംസ് ആണ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഏതാണ് നിങ്ങൾ അവിടെ എത്തിയിട്ട് ചൂസ് ചെയ്യാന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള സമയത്ത് അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റ്. നിങ്ങൾ അവിടെ എത്തിയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഔട്ട്കംസും അവിടെ ഉണ്ട്, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഔട്ട്കംസ് അവിടെ ഉണ്ട്. പക്ഷേ അതിൽ ഏതെടുക്കണം എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻ എക്സ്പെരിമെന്റ് വിച്ച് ക്യാൻ ബി റിപ്പീറ്റഡ് n നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ് ആൻഡ് മോർ ദാൻ 1 പോസിബിൾ ഔട്ട്കം cannot be predicted with certainty. Set of all possible outcomes is well defined. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാം. ഓക്കെ, സോ ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. ഈ റാൻഡം എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സാമ്പിൾ സ്പേസ്. എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്. സാമ്പിൾ സ്പേസ് ഇസ് ഡിനോട്ടഡ് ബൈ എസ്. സാമ്പിൾ സ്പേസ് അതിന്റെ എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക സാമ്പിൾ സ്പേസിനെ ഡിനോട്ട് ചെയ്യാൻ. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റിന്റെ എല്ലാ പോസിബിൾ ഔട്ട്കംസിന്റെയും സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഇപ്പം കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കുക. ആ എക്സ്പെരിമെന്റിലെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? എസ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ് അവിടുത്തെ ഔട്ട്കംസ് ആയിട്ട് വരുന്നത്? ഹെഡ് വരാം, പിന്നെ എന്ത് വരാം? ടെയിലും വരാം. ഓക്കെ,
സോ നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണ്? ഹെഡ്, ടെയിൽ. ഓക്കെ, സോ അതാണ് അവിടുത്തെ സാമ്പിൾ സ്പേസ്. ഇപ്പൊ നമ്മുടെ നേരത്തെ റെസ്റ്റോറന്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആ മെനുവിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ആ സാമ്പിൾ സ്പേസിൽ നിന്ന് ഏത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യാം. സോ അതുപോലെ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. സോ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്കുള്ള ഓപ്ഷൻസ്, നമുക്ക് ഈ എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ്, അതിനാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ സാമ്പിൾ സ്പേസിന്റെ ഉള്ളിലുള്ള ചെറിയ സാധനമാണ് ഇവന്റ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവന്റ് ഈസ് എനി കളക്ഷൻ ഓഫ് ഔട്ട്കംസ് കണ്ടെയ്ൻഡ് ഇൻ ദ സാമ്പിൾ സ്പേസ്. നമ്മുടെ സാമ്പിൾ സ്പേസിലെ എനി കളക്ഷൻ ഓഫ് ഔട്ട്കംസ്. ഇപ്പൊ നമ്മുടെ വലിയ സാമ്പിൾ സ്പേസ്, ഇത് വലിയ സാമ്പിൾ സ്പേസ് ആണ്. നമ്മുടെ മൊത്തം ഔട്ട്കംസും ഉള്ള സാമ്പിൾ സ്പേസിലെ കളക്ഷൻ ഓഫ് ഇവന്റ്സ്, കളക്ഷൻ ഓഫ് ഔട്ട്കംസ് ആണ് നമ്മൾ ഇവന്റ്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇത് ഒരു ഇവന്റ് ആണ്, ഇത് വേറൊരു ഇവന്റ് ആണ്, ഇത് വേറൊരു ഇവന്റ് ആണ്. സോ ഇവന്റ് ഈസ് എനി കളക്ഷൻ ഓഫ് ഔട്ട്കംസ് കണ്ടെയ്ൻഡ് ഇൻ ദ സാമ്പിൾ സ്പേസ്. ഇപ്പോൾ ഇത് സാധാരണ കേസിലും ഇവന്റ് ട്രൂ ആണ്. നിങ്ങൾ ഒരു പ്രോഗ്രാം, വലിയൊരു പ്രോഗ്രാം നടക്കാൻ, ഒരു കലോത്സവം എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാമിലെ ഒരു ഇവന്റ് ആണ് എന്ത്? ഭരതനാട്യം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഇവന്റ് ആണ്. സോ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രോഗ്രാമിലെ ഒരു ഇവന്റ് എന്ന് പറയുന്നത് അതിലെ ഒരു സെറ്റ് ഓഫ് ഔട്ട്കംസിനെയാണ് നമ്മൾ ഇവന്റ് എന്ന് വിളിക്കുക. ഇവന്റ് ഈസ് എനി കളക്ഷൻ ഓഫ് ഔട്ട്കംസ് കണ്ടെയ്ൻഡ് ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സബ്സെറ്റ് ഓഫ് എസ്. ഓക്കെ, ഇനി സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഈ ഇവന്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, സോ അതാണ് സിമ്പിൾ ഇവന്റും കോമ്പൗണ്ട് ഇവന്റും. സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി വൺ ഔട്ട്കം. ആകെ ഒരൊറ്റ ഔട്ട്കം മാത്രമേ ആ ഒരു ഇവന്റിന് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയും? സിമ്പിൾ ഇവന്റ് എന്ന് പറയും. ഒരു ഇവന്റ് നമ്മൾ എടുത്തിട്ട് അതിലൊരൊറ്റ ഔട്ട്കം മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതൊരു സിമ്പിൾ ഇവന്റ് ആയിരിക്കും. ഇപ്പൊ ഈ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ ഞാൻ ഹെഡ് വരുന്നതിനെ എന്താക്കി? ഹെഡ് വരുന്നതിനെ ഒരു ഇവന്റ് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതെന്താവും? E1 ഈക്വൽ ടു സെറ്റ്. ഈ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഇവന്റ് ആണെങ്കിൽ അതപ്പോൾ അവിടെ എന്താണ്? അത് അവിടെ ഒരു സിമ്പിൾ ഇവന്റ് ആണ്. കാരണം അവിടെ ഒരൊറ്റ ഔട്ട്കം മാത്രമേ ഉള്ളൂ. സോ അതിനെ നമ്മൾ സിമ്പിൾ ഇവന്റ് എന്തും. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഔട്ട്കം. ഒന്നിലധികം ഔട്ട്കം ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയും. ഓക്കെ, സോ സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എക്സാക്ട്ലി വൺ ഔട്ട്കം ആൻഡ് കോമ്പൗണ്ട് ഇവന്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ വൺ ഔട്ട്കം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇനി എന്താണ് പ്രോബബിലിറ്റി എന്ന് നോക്കാം. ഓക്കെ, സോ പ്രോബബിലിറ്റി എന്തിനാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ എന്താ? സാധ്യത. ഒരു മൊത്തം സംഭവത്തിൽ, ഇപ്പം ഒരു മൊത്തം സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിൽ, ആ പ്രോഗ്രാമിൽ ഇപ്പം ഇന്ന ആള് വരാനുള്ള സാധ്യത. അപ്പം അങ്ങനെ നമ്മൾ സാധ്യത ആണ് നോക്കുന്നത്. ഒരു മൊത്തം സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റ് നടക്കാനുള്ള സാധ്യത, അതാണ് നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് നോക്കുന്നത്. എ ബി ആൻ ഇവന്റ് ഇൻ എസ്. എ എന്ന് പറയുന്ന നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ ഒരു ഇവന്റിൽ എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഇവന്റ് നടക്കാനുള്ള സാധ്യത ആ സാമ്പിൾ സ്പേസിൽ ആ ഇവന്റ് മാത്രമായിട്ട് എങ്ങനെ നടക്കാം. ഇപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്താണ് ക്ലൈമറ്റ് പല രീതിയിൽ നിൽക്കുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, ചൂടുണ്ടാവുന്നുണ്ട്, അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം അങ്ങനെ പല ടൈപ്പ് ഓഫ് കണ്ടീഷൻ ഉണ്ട്. സോ ഇതില് മഴ പെയ്യാനുള്ള സാധ്യത, അതിലെ ഒരു ഇവന്റ് ആണ് മഴ എന്ന് പറയുന്നത്. സോ ആ മഴ പെയ്യാനുള്ള സാധ്യത, ആ ഒരു സാധ്യത മാത്രമാണ് നമ്മൾ നോക്കുന്നത്. മൊത്തത്തില് ഉള്ളതില് നമ്മൾ ആ മഴ മാത്രം വരാനുള്ള സാധ്യത, അതാണ് നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രോബബിലിറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ഒരു ഇവന്റ് നമുക്ക് എസ്സില് എ എന്ന് പറയുന്നത് നമ്മുടെ എസിന്റെ ഒരു സബ്സെറ്റ് ആണ്. എ എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റ് എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസിലെ ഒരു ഇവന്റ് ആണ് എ എങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, ആ മൊത്തം സാമ്പിൾ സ്പേസിൽ എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പി ഓഫ് എ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ എ. എക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സോ നമ്മുടെ എ എന്ന് പറയുന്ന ഇവന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതാണ് ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി. നമ്മുടെ എ എന്ന് പറയുന്ന ഇവന്റ് നടക്കുന്ന ഇതിനുള്ള സെറ്റ് ഓഫ് ഔട്ട്കംസ്. ഇപ്പൊ നമ്മൾ മഴയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ദിവസം മഴ പെയ്യാനുള്ള സാധ്യത നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ, സോ ഇന്ന് മഴ എത്രത്തോളം പെയ്യാമെന്നുള്ളതിന്റെ സാധ്യത നമ്മൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര മഴ പെയ്തു, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ എ. കഴിഞ്ഞ ദിവസം ഒരു ദിവസത്തിൽ ഇങ്ങനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് നോക്കുകയാണ്, അതായത് നമ്പേഴ്സ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഓരോ ഇവന്റ്സിനെ നമ്മൾ നമ്പേഴ്സ് ആക്കി മാറ്റുന്ന സമയത്ത് മഴ എത്രത്തോളം പെയ്തു, ഇപ്പം ഒരു തവണ മഴ പെയ്തു, 2 തവണ മഴ പെയ്തു, 3 തവണ മഴ പെയ്തു, പിന്നെ മൊത്തം ഈ കാലാവസ്ഥയിൽ എത്ര ചേഞ്ച് വന്നു, ഇങ്ങനെ ചേഞ്ചസ് എത്രത്തോളം വന്നുകൊണ്ടിരുന്നു. അപ്പം നമുക്ക് മഴ പെയ്ത നമ്പർ ഡിവൈഡഡ് ബൈ ഈ കാലാവസ്ഥയിൽ ഓരോ തവണയും വന്ന മാറ്റം, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ അവിടുത്തെ മഴ പെയ്തതിന്റെ പ്രോബബിലിറ്റി കിട്ടും. ഓക്കെ, സാധാരണ നമ്മൾ മഴ മെഷർ ചെയ്യുന്നത് എന്താണ്, റെയിൻ മെഷർമെന്റ് വെച്ചിട്ടാണ്. നമ്മൾ സ്കെയിൽ ഉണ്ട് മഴ മെഷർ ചെയ്യാൻ, മില്ലിമീറ്റർ സ്കെയിൽ ഉണ്ട്. സോ ഞാനിവിടെ ഉദ്ദേശിച്ചത് മഴ പെയ്യാനുള്ള സാധ്യത. ഓക്കെ, അത് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. എത്ര തരത്തിലുള്ള ഔട്ട്കംസ് ഉണ്ടായി അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുക. ന്യൂമറേറ്ററിൽ നമ്മൾ എന്താണ്, നമുക്ക് ഈ എ എന്ന് പറയുന്ന ഇവന്റ് നടക്കാൻ എത്ര തവണ നടന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. സോ പി ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഓഫ് എസ്. ഓക്കെ, ഔട്ട്കംസ് ഇൻ എസ്. നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് ഉണ്ടോ, നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. നമ്മുടെ സാമ്പിൾ സ്പേസ് നമ്മൾ എന്തായിട്ടാണ് എഴുതുക, ഒരു സെറ്റ് ആയിട്ടാണ് എഴുതുക. ഓക്കെ, സോ നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്ന നമ്മുടെ സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് എൻ ഓഫ് എസ്. ഇനി എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ എ. ഇൻ എസ്. അപ്പോൾ നമ്മുടെ എസ്സിൽ എ എന്ന് പറയുന്ന ഇവന്റ് എത്ര തവണ നടന്നു അതാണ് നമ്മൾ എൻ ഓഫ് എ വെച്ചിട്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് നമ്മൾ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എസ് എന്തായിരിക്കും, എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എസ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരാനുള്ള പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ എന്റെ സ്ഥാനത്ത് അവിടെ എസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും, എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്നല്ലേ എഴുതുക. സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എസ്, നമ്മുടെ സാമ്പിൾ സ്പേസ് മൊത്തം ഔട്ട്കം ഒരുമിച്ച് വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഓക്കെ, സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഒന്നെങ്കിൽ എങ്ങനെ വരും, നമ്മുടെ പ്രോബബിലിറ്റി ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, ഒട്ടും ആ ഔട്ട്കം വരാതിരിക്കാം. ഓക്കെ, പ്രോബബിലിറ്റിയിൽ ഒട്ടും ഒന്നും വരാതിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 1 ആണ്. സോ നമ്മുടെ പ്രോബബിലിറ്റിയുടെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 1. സോ നമ്മുടെ പ്രോബബിലിറ്റിന്റെ വാല്യൂ ഏതൊരു ഇവന്റ് നോക്കുകയാണെങ്കിലും പ്രോബബിലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, 1നും 0ക്കും ഇടയിലായിരിക്കും. ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും, നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് വരിക, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ, അങ്ങനെയായിരിക്കും നമ്മുടെ പ്രോബബിലിറ്റിന്റെ വാല്യൂ വരിക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ പോവാൻ. ഓക്കെ, സോ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഈ പ്രോബബിലിറ്റീനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എഴുതാന്ന്. ഓക്കെ, സോ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. സോ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നമുക്ക് എന്തൊക്കെ ഔട്ട്കംസ് ആണുള്ളത്, ഹെഡും ടെയിലും വരാം അല്ലേ. സോ അവിടെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ടോസിങ് എ കോയിൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ സാമ്പിൾ സ്പേസ് ഹെഡ് വരാം, അവിടെ ഔട്ട്കം എന്തൊക്കെയാണ്, ഹെഡ് വരാം, ടെയിൽ വരാം അല്ലേ. സോ ഹെഡും ടെയിലും. സോ ഇതിലെ ഒരു ഇവന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് HT എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. ഓക്കെ, സോ ഒരു ഇവന്റ് എ എന്ന് പറയുന്ന ഇവന്റിനെ നമുക്ക് എന്തായിട്ട് എടുത്തു, ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഇവന്റിനെ നമ്മൾ എ ആയിട്ട് എടുത്തു.
സോ ഈ ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി അല്ലേ, അതാണ് നമ്മൾ പ്രോബബിലിറ്റി വെച്ചിട്ട് നോക്കുന്നത്. സോ P of A is equal to N of A divided by N of S. So N of A എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു സാമ്പിൾ സ്പേസിൽ ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഇവന്റ് എത്ര തവണ വന്നിട്ടുണ്ട്? ഒരു തവണയെ ഹെഡ് അപ്പിയർ ചെയ്തിട്ടുള്ളൂ, മറ്റേത് ടെയിലാണ്. സോ ദാറ്റ് ഇസ് 1 by N of S. N of S എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസ്. നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര ഇവന്റ്സ് ഉണ്ട്? 2 ഇവന്റ്സ് ആണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉള്ളത്. സോ ദാറ്റ് ഇസ് 1/2. സോ പ്രോബബിലിറ്റി ഓഫ് A is equal to 1/2. സോ നമ്മൾ എടുത്ത ഇവന്റ് ഹെഡ് അപ്പിയർ ചെയ്യുന്നത്, നമ്മുടെ ഈ സാമ്പിൾ സ്പേസിന്റെ ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഈ ഇവന്റ് ആണ്. ദാറ്റ് ഇസ് A is equal to സെറ്റ് H. ഇതാണ് നമ്മുടെ A എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതി, ഹെഡ് അപ്പിയേഴ്സ്. സോ ഈ A is equal to H ആണ്. ഇതാണ് നമ്മുടെ ഇവന്റ് എന്ന് പറയുന്നത്. ഈ എസിന്റെ ഒരു സബ്സെറ്റ് ആണ് A. സോ ഈ എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി P of A കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. P of A കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈ A എന്ന് പറയുന്ന ഇവന്റ് നടക്കുന്നില്ല. നമ്മുടെ സാമ്പിൾ സ്പേസിൽ A നടക്കാത്തതിന്റെ പ്രോബബിലിറ്റി, A അല്ലാത്ത എല്ലാം നടക്കുന്നതിന്റെ പ്രോബബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ P of A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് എഴുതുക? 1 - P of A വെച്ചിട്ടാണ് നമ്മൾ P of A കോംപ്ലിമെന്റ് എഴുതുക. ദാറ്റ് ഇസ് ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും? 1 - 1/2. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ. സോ P of A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ A എന്ന് പറയുന്ന ഇവന്റ് നടക്കാതിരിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ A അല്ലാത്ത ഇവന്റ്സ് നടക്കുന്നതിന്റെ സാധ്യത, അതാണ് P of A കോംപ്ലിമെന്റ്. സോ P of A കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 - P of A ആണ്. സോ ഇവിടുത്തെ P of A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1/2 ആണ്. ഓക്കെ. ഇനി നമ്മൾ അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം? ഹെഡും വരാം, ടെയിലും വരാം അല്ലേ? അപ്പോൾ 2 കോയിൻ ആണ് ടോസ് ചെയ്യുന്നതെങ്കിലോ? 2 കോയിൻ ടോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരൊറ്റ കോയിൻ തന്നെ 2 തവണ ടോസ് ചെയ്യാണ്. അപ്പൊ എന്തൊക്കെ ഔട്ട്കംസ്? ഇപ്പൊ 2 കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് നോക്കാം. അതാണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ്. സോ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ 2 ഔട്ട്കംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. സോ 2 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയില്, വേറൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ടെയില്, ഹെഡ് ടെയില്, ഹെഡ് ടെയില്. ഓക്കെ. സോ 2 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യാണ്. സോ ഞാൻ ഇവിടുന്ന് ഒരു കോയിൻ ടോസ് ചെയ്യാണ്, ഇവിടുന്ന് വേറൊരു കോയിൻ ടോസ് ചെയ്യാണ്. സോ 2 ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ എങ്ങനെ വരാം? ഒന്നില് ഹെഡ്, ഒന്നില് അടുത്തതിലും ഹെഡ്. അതുപോലെ ഒന്നില് ടെയില്, അടുത്തതില് ഹെഡ്, ഒന്നില് ടെയില്, അടുത്തതില് ടെയില്, ഒന്നില് ഹെഡ്, അടുത്തതില് ടെയില്, അങ്ങനെ വരാം അല്ലേ? രണ്ടെണ്ണം ഒരുമിച്ച് വരും. സോ ഇവിടുത്തെ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ അബ്രിവിയേഷൻ ഫോമിൽ എഴുതും. ഓക്കെ. സോ ദാറ്റ് ഇസ് ഒന്നില് ഹെഡ്, ഒരു കയ്യിൽ ഹെഡ്, മറ്റേ കയ്യിൽ ഹെഡ്. സോ ദാറ്റ് ഇസ് എച്ച് വരാം. അതുപോലെ എങ്ങനെ വരാം? ഒന്നില് ഹെഡ്, അടുത്തതിൽ ടെയിൽ വരാം. സോ ദാറ്റ് ഇസ് എച്ച് ടി വരാം. അതുപോലെ ഒന്നില് ടെയില്, അടുത്തതിൽ ഹെഡ്. സോ ടി എച്ച് വരാം. ഒന്നില് ടെയില്, അടുത്തതിലും ടെയില്. സോ ദാറ്റ് ഇസ് ടി വരാം. സോ ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ ഇങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരിക. എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. സോ ഇങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് വരിക. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇവന്റ് എടുക്കുക. ഇവിടത്തെ ഒരു ഇവന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നോ ഹെഡ് അപ്പിയർ, എ എന്ന് പറയുന്ന ഒരു ഇവന്റിനെ നമ്മൾ നോ ഹെഡ് അപ്പിയർ എന്ന് പറയുകയാണെങ്കിൽ, നോ ഹെഡ് അപ്പിയേഴ്സ് അങ്ങനെ വരാലോ. നമ്മുടെ ഔട്ട്കത്തിൽ ഹെഡ് ഒന്നും വരാത്ത രീതിയിൽ വരാം. സോ ഹെഡ് ഒന്നും വരാത്ത ഈ ഔട്ട്കംസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഹെഡ് ഒന്നും വരാത്ത ഔട്ട്കം ഏതാണ്? ഈ ടിയിലാണ് അല്ലെ? ഇവിടെ ഹെഡ് ഉണ്ട്, ഇവിടെ ഒരു ഹെഡ്, ഇവിടെ ഒരു ഹെഡ് ഉണ്ട്. പക്ഷെ ഈ ടിയിൽ വരുന്ന സമയത്ത് എന്തില്ല? അവിടെ ഹെഡ് ഇല്ല. സോ നോ ഹെഡ് അപ്പിയേഴ്സ്. സോ നോ ഹെഡ് അപ്പിയേഴ്സ് ആവുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം? P of A. സോ നമുക്ക് A എന്ന് പറയുന്നത് നോ ഹെഡ് അപ്പിയേഴ്സ് ആണ്. സോ അവിടുത്തെ നമ്മുടെ A എന്ന് പറയുന്ന സെറ്റിൽ ശരിക്കും ആരൊക്കെയാണ് വരിക? എയിൽ ടി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള A is equal to ടി മാത്രമാണ് നമ്മുടെ A എന്ന് പറയുന്ന ഇവന്റിൽ ഉണ്ടാവുക. സോ ഈ എയുടെ പ്രോബബിലിറ്റി എന്താ? P of A is equal to എങ്ങനെ വരും? N of A divided by N of S. സോ N of A എന്ന് പറയുന്നത് ഇവിടെ 1 ആണ് അല്ലെ? നമ്മുടെ എയിലാകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു ഔട്ട്കം മാത്രമേ ഉള്ളൂ. ഈ എസിലെ ഈ ഒരു ഔട്ട്കം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് 1 divided by N of S. എസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 4 ഔട്ട്കംസ് ഉണ്ട്. സോ ദാറ്റ് ഇസ് 1 divided by 4. P of A is equal to 1/4. ഓക്കെ. സോ അതാണ് എന്ത് നമ്മുടെ ഈ കേസിൽ വരിക. ഇനിയിപ്പോ നോ
ഓൺലി വൺ ഹെഡ് അപ്പിയർ, എക്സാക്ട്ലി വൺ ഹെഡ് അപ്പിയർ, നമ്മൾ ബി എന്ന് പറയുന്ന ഇവന്റിനെ നമ്മൾ എക്സാക്ട്ലി വൺ ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഒരു ഇവന്റ് ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ വരും? എക്സാക്ട്ലി വൺ ഹെഡ് അപ്പിയർ ചെയ്യുന്ന ഇവന്റ് ആണെങ്കിൽ ആ ബി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഇവിടെ എക്സാക്ട്ലി വൺ ഹെഡ്, ഒരൊറ്റ ഹെഡ് മാത്രം. സോ ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഈ സാമ്പിൾ സ്പേസിൽ 2 ഹെഡ് വരുന്ന ഇവന്റ് ഉണ്ട്. ഇവിടെയും എന്താണ്? എക്സാക്ട്ലി വൺ ഹെഡ് ആണ്, ഹെഡ് ടെയിലും ടെയിൽ ഹെഡും. സോ ഈ 2 ഔട്ട്കംസിലും എന്തുണ്ട്? എക്സാക്ട്ലി ഒരു ഹെഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലാസ്റ്റ് ഔട്ട്കത്തിൽ ഹെഡ് ഇല്ല. സോ നമ്മൾ ഇവിടെ എടുക്കുക, നമ്മുടെ ഈ ബിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് ഈ 2 എണ്ണമാണ്. സോ നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ടി എച്ചും എച്ച് ടിയും ഉണ്ടാവും അല്ലേ? സോ ബി ഇസ് ഈക്വൽ ടു ടി എച്ച് എച്ച് ടി. സോ ടി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് ബി എന്തായിരിക്കും? ഇവിടെ എൻ ഓഫ് ബി ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഇസ് 2/4 അല്ലേ? സോ അങ്ങനെയാണ് നമ്മൾ ഓരോ ഇവന്റിന്റെയും പ്രോബബിലിറ്റി നമ്മൾ നോക്കാം. ഓക്കെ, സോ കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ഇങ്ങനെ വരും. ഇനി ഡൈ റോൾ ചെയ്യുന്ന കേസാണ്. സോ ഡൈ റോൾ ചെയ്യുന്നത് നിങ്ങൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചിട്ടുണ്ടാവും, പാമ്പും കോണിയും കളിക്കുന്ന സമയത്ത് എന്താണ്? നമുക്കൊരു ഡൈ കിട്ടില്ലേ? ആ ഡൈ കിട്ടുമ്പോൾ അതിന് നമുക്ക് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ആ ഡൈക്ക് ഉണ്ട്. ലാറ്ററലായിട്ട് 4 ഫേസസും മേലെയും താഴെയുമായിട്ട് 2 ഫേസസും അല്ലേ? സോ ആ ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? അതിന്റെ ഔട്ട്കം ആയിട്ട് എന്തൊക്കെ വരും? അതിൽ എങ്ങനെയാണ്? നിങ്ങൾ ആ ഡൈ കണ്ടിട്ടുണ്ടാവും. ഇത് നിങ്ങൾ നോക്കുക, ഇതാ ഡൈ ആണ്. ഓക്കെ, ഇത് 2 ഡൈ റോൾ ചെയ്യുന്ന കേസാണ്. പക്ഷെ ഒരു ഡൈ റോൾ ചെയ്യുന്ന കേസിൽ അതിന്റെ ഔട്ട്കം ആയിട്ട് നമുക്ക് എന്തൊക്കെ വരാം? 1 ഡോട്ട്, 2 ഡോട്ട്, 3, 4, 5, 6. സോ അങ്ങനെ 6 ഡോട്ടായിട്ട് നമുക്ക് എന്ത് വരാം? ഔട്ട്കം വരാം. പക്ഷേ നമ്മൾ ഓരോ ഡൈ റോൾ ചെയ്യുന്ന സമയത്തും ഇന്ന ഔട്ട്കം വരും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? സോ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഇവിടെ ആരൊക്കെയാണുള്ളത്? എസ് ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഓരോ ഡോട്ട് വരുന്ന കേസും എസ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര ഡോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡൈയിന്റെ കേസിൽ ഡിനോട്ട് ചെയ്യുക. ഈ ഡൈയും കോയിനും ഒക്കെ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഡൈയിന്റെ കേസിൽ നമുക്ക് എന്തൊക്കെ വരും? ഡൈയിന്റെ കേസിൽ നമുക്ക് ഔട്ട്കം ആയിട്ട് വരുന്നത് 1 വരാം, 2 ഡോട്ട് വരാം, 3, 4, 5, 6. ഇങ്ങനെ 6 ഫേസസിലും 6 ഡോട്ട്സ് ഉള്ള ഫേസസ് ആണ്. സോ ഈ ഓരോ ഫേസസും നമുക്ക് ഔട്ട്കം ആയിട്ട് വരാം. ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ മുകളിൽ വരുന്നത് അതാണ് നമ്മുടെ ഔട്ട്കം. സോ ഈ ഒന്നെങ്കിൽ 1, 2, 3, 4, 5, 6 അങ്ങനെയൊക്കെ ഈ 6 ഔട്ട്കംസും നമുക്ക് വരാൻ പറ്റും അല്ലേ? സോ ഒരു ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ ഇതിലെ ഒരു ഇവന്റ് എ എന്ന് പറയുന്ന ഒരു ഇവന്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ഈ എ എന്ന് പറയുന്ന ഇവന്റിനെ നമ്മൾ ഓഡ് നമ്പർ അപ്പിയർ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇവന്റ്. ഇവിടെ ഓഡ് നമ്പർ അപ്പിയർ ചെയ്യുന്നതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ എടുത്തതെങ്കിൽ ഈ ഡൈന്റെ മേലെ ഓഡ് നമ്പർ അപ്പിയർ ചെയ്യുന്നതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ഇവന്റ് എങ്കിൽ നമ്മൾ പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. സോ എ എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഓഡ് നമ്പർ. ഈ ഔട്ട്കത്തിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ളത്? 1ഉം 3ഉം 5ഉം അല്ലേ ഓഡ് നമ്പേഴ്സ്? 2ഉം 4ഉം 6ഉം ഈവൻ നമ്പേഴ്സ് ആണ്, 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. പക്ഷേ 1ഉം 3ഉം 5ഉം എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. സോ എ ഈസ് ഈക്വൽ ടു 1, 3, 5. അതാണ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ്. ഇനി പി ഓഫ് എ, പ്രോബബിലിറ്റി ഓഫ് എ വരാനുള്ള പ്രോബബിലിറ്റി ദാറ്റ് ഇസ് എന്ത് വരും? എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ എന്ന് പറയുമ്പം എയിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 3 ഔട്ട്കംസ് ആണ് എയിലുള്ളത്. എസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ് ഉണ്ട്. സോ എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? number of outcomes of A, that is 3 divided by number of outcomes of S, നമ്മുടെ total number of outcomes, that is 6. So നമ്മുടെ probability of occurrence of A എന്ന് പറയുന്നത് എന്താണ്? 3/6. So 3/6നെ നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. So P of A is equal to 1/2 അല്ലേ? സോ എ എന്ന് പറയുന്നത് ഇവിടെ എന്തായി? നമ്മൾ ഓഡ് നമ്പർ അപ്പിയർ ചെയ്യുന്ന ഇവന്റ് എടുത്തു. സോ അവിടെ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. 3 ഔട്ട്കംസ് ആയിരുന്നു ഓഡ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് ഫേവറബിൾ ആയിട്ട് ഉണ്ടായിരുന്നത്. സോ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 1/2. ഇനി 2 ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഔട്ട്കംസ് വരിക? 2 ഡൈ റോൾ ചെയ്യുമ്പോൾ 2 ഡൈ ഒരുമിച്ച് റോൾ ചെയ്യാണ്. ഓക്കെ, സോ 2 ഡൈ ഒരുമിച്ച് റോൾ ചെയ്യുമ്പോൾ നമുക്ക്
ഒരു ഡൈയിൽ ഇങ്ങനെ 6 ഔട്ട്കംസ് ഉണ്ടാവും, വേറൊരു ഡൈയിലും ഇതുപോലെ 6 ഔട്ട്കംസ് ഉണ്ടാവും അല്ലേ. സോ ആ ഒരു കേസിൽ 2 ഡൈ ഒരുമിച്ച് റോൾ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് വരാം, ഒന്നെങ്കിൽ ഒരു ഡൈയും ഒരുമിച്ച് വരാം. ഓക്കെ, സോ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഔട്ട്കംസ് എങ്ങനെയായിരിക്കും, നമ്മൾ ആ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസിനെ നമ്മൾ ഇങ്ങനെ കോർഡിനേറ്റ്സിന്റെ ഉള്ളിൽ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, 2 എണ്ണം ഒരുമിച്ച് വരുന്ന സമയത്ത്. സോ 2 ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്കംസ് എങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു ഡൈമൽ ഒരു ഡോട്ടും വേറൊരു ഡൈമ ഒരു ഡോട്ടും. സോ ദാറ്റ് ഈസ് ഈ ഒരു ഔട്ട്കം. ആ ഔട്ട്കത്തിന് നമ്മൾ എങ്ങനെ എഴുതും, 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ എങ്ങനെ വരാം, 1 2 എന്ന് വരാം. ഓക്കെ, ഈ ഫസ്റ്റ് റോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 1 വരാം, 1 2 വരാം, അതുപോലെ 1 3 വരാം, 1 4 1 5 1 6 അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഡൈയില് 1ഉം സെക്കൻഡ് ഡോയില് ബാക്കി ഔട്ട്പുട്ടും അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. സോ 1 1 വരാം, 1 2 വരാം, 1 3 വരാം, 1 4 വരാം, 1 5 വരാം, 1 6 വരാം. സോ ഇത്രയും ഔട്ട്കം നമുക്ക് വരാനുണ്ട്. ഇനി ഫസ്റ്റ് ഡൈയിൽ 2 വരുന്ന സമയത്ത് ബാക്കി ഡൈസ് ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരാം, 2 1 വരാം, 2 2 വരാം, 2 3 വരാം, 2 4 2 5 2 6. സോ ഇത്രയും ഔട്ട്കംസും വരാം, 2 1 2 2 2 3 2 4 2 5 2 6. സോ ഈ ഔട്ട്കംസും നമുക്ക് വരാം. ഇനി അതുപോലെ തേർഡ് ഡൈ ഫസ്റ്റ് ഡൈയിൽ 3യും സെക്കൻഡ് ഡൈയിൽ നമ്പേഴ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതായത് ഓരോ കേസസ് ആണ്, ഇങ്ങനെയാണ് ആ ഔട്ട്കംസ് ഇങ്ങനെയൊക്കെ വരാം. ഓക്കെ, സോ 3 1 വരാം, 3 2 3 3 3 4 3 5 3 6. സോ ഇതൊക്കെയാണ് നമ്മുടെ തേർഡ് ഡൈന്റെ പോസിബിൾ ഔട്ട്കംസ്. 3 1 3 2 3 3 3 4 3 5 3 6. ഓക്കെ, ഇനി അടുത്തത് ഇതാവുമ്പോഴോ 4 1 4 2 4 3 4 1 4 2 4 3 4 4 4 5 4 6. സോ ഇങ്ങനെ വരാം. അതുപോലെ ഫസ്റ്റ് ഡൈയിൽ 5ഉം ബാക്കി ഡൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് 5 1 5 2 5 3 5 4 5 5 5 6. ഓക്കെ, ഇനി ഫസ്റ്റ് ഡൈയിൽ 6ഉം സെക്കൻഡ് ഡൈയിൽ നമ്പേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, 6 1 6 2 6 3 6 4 6 5 ആൻഡ് 6 6. സോ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് വരിക, നമ്മുടെ 2 ഡൈസ് റോൾ ചെയ്യുന്ന സമയത്തെ സാമ്പിൾ സ്പേസ് വരിക. നമ്മുടെ 2 ഡൈസും റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരാൻ പറ്റുന്ന ഇത്രയും ഔട്ട്കംസ് നമുക്ക് വരാം അല്ലേ. സോ 2 ഡൈസും റോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, നമുക്ക് ഇവിടെ ഓരോ 6 റോസും ഉണ്ട്, ഓരോ റോയിലും 6 എലമെന്റ്സും ഉണ്ട്, 6 ടപ്പിൾസും നമുക്ക് ഇവിടെ കാണാം അല്ലേ. സോ നമ്മുടെ n of s നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് s is equal to എങ്ങനെ വരും, 6 into 6 that is 36 അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഡൈയും സെക്കൻഡ് ഡൈയും കൂടെ ഒരുമിച്ച് റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊത്തം 36 ഔട്ട്കംസ് അവിടെ പോസിബിൾ ആണ് അല്ലേ. സോ അതിന്നാണ് ആ 36 ഔട്ട്കംസ് എന്നാണ് നമ്മൾ ഈ പാമ്പും കോണിയും കളിക്കുന്ന സമയത്ത് നമുക്ക് 1 6 5 ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലുഡോ കളിക്കുക, ഫോണിൽ ലുഡോ കളിക്കുക. സോ 2 പേര് ഒരുമിച്ച് 2 ഡൈ അവിടെ റോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ 36 ഔട്ട്കംസ് വരാം. ഓക്കെ, സോ ആ 36 ഔട്ട്കംസിൽ എന്താണ്, ആ 36 ഔട്ട്കത്തിലെ ഒരു ഔട്ട്കം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ നമ്മുടെ n of s നമ്മുടെ സാമ്പിൾ സ്പേസിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്, 36 ഔട്ട്കംസ് അവിടെ വരാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഇവന്റ്സ് വെച്ചിട്ട് മാപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ E1 എന്ന് പറയുന്ന ഒരു ഇവന്റിനെ നമ്മൾ എന്തായിട്ട് എടുത്തു, ഈ ഔട്ട്കംസിന്റെ സമ്മ് 4 വരുന്നത്. E1 എന്ന് പറയുന്നത് സം ഓഫ് ഔട്ട്കംസ് ഈസ് 4, അല്ലെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഫേസ് എന്ന് എഴുതാം. സം ഓഫ് നമ്പേഴ്സ് ഓൺ ഫേസ് ഈക്വൽ ടു 2. സോ നമ്മുടെ ഈ 2 ഡൈയുടെയും ഫേസസിൽ വരുന്ന സമ്മിനെ നമ്മൾ 4 ആയിട്ട് എടുക്കാം. ഓക്കെ, 2 അല്ല 4 ആയിട്ട് എടുക്കാം. സോ ഈ 4 സമ്മ് 4 വരുന്നത് ഏതൊക്കെ കേസിലാ, നമ്മുടെ E1 എന്ന് പറയുന്ന ഇവന്റിൽ. അപ്പൊ ആരൊക്കെയാണ് ഉണ്ടാവുക, E1ല് സമ്മ് 4 വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, ഫസ്റ്റ് കേസ് നോക്കുമ്പോൾ 1 വരുന്ന കേസ് നോക്കുമ്പോൾ എങ്ങനെ വരും, 1 3 3 1
അല്ലേ? സമ്മ് 4 വരണമെങ്കിൽ ഒന്ന് 1ഉം ഒന്ന് 3ഉം ആവണം. അതുപോലെ ഒന്ന് 3ഉം വേറൊന്ന് 1ഉം ആവണം. ഇനി വേറെ ഏതാണ്? 2 2 2 2 വരുന്ന സമയത്തും നമ്മുടെ സം അവിടെ എത്രയാണ്? ആ സം ഓഫ് നമ്പേഴ്സ് ഓൺ ദ ഫേസ് അപ്പം 4 ആയിരിക്കും. ഇവിടെ 2ഉം ഇവിടെ 2 ആയിരിക്കും. സോ അവിടുത്തെ സമ്മും എന്താണ്? 4 ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവന്റ്, നമ്മൾ എടുത്ത ഫസ്റ്റ് ഇവന്റിൽ n(e1) എന്ന് പറയുന്നത് നമുക്ക് അവിടെ എന്ത് വന്നു? 3 വന്നു. ഈ ഇവന്റിൽ നമുക്ക് പോസിബിൾ ആയിട്ട് ഉള്ളത്, ഫേവറബിൾ ആയിട്ടുള്ളത് 3 ഔട്ട്കംസ് ആണ്. സോ n(e1) = 3 ആണ്. ഇനി n(s) എന്ന് പറയുന്നത് 36ഉം n(e1) എന്ന് പറയുന്നത് 3ഉം ആണ്. സോ നമ്മുടെ e1 എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് e1 = n(e1) / n(s), ദാറ്റ് ഈസ് 3/36 വരും. സോ 3/36 എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കുന്ന സമയത്ത് 1/12 എന്ന് എഴുതാം. കാരണം എന്താണ്? 3/36 into 3 ആണ്, 12 into 3 ആണ് 36. സോ 12 into 3 ആണ് 36. സോ ഈ 3 ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് അവിടെ എന്തുണ്ടാവും? 1/12 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് e1 വരുന്നത്. സോ 2 ഡൈ റോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസും ഇവന്റ്സും ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മൊഡ്യൂളിലേക്ക് കടക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഈ എക്സ്പെരിമെന്റ്സിനെ പറ്റിയിട്ടും അതുപോലെ ഇത്രയും കാര്യങ്ങളും, സാമ്പിൾ സ്പേസ് ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഇവന്റ്സിന്റെയും പ്രോബബിലിറ്റി കാണുക എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്? എന്താണ്? റാൻഡം വേരിയബിൾ ആണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് റാൻഡം വേരിയബിൾ ആണ്. സോ ഈ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എനി റൂൾ ഓർ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ റിയൽ നമ്പർ വിത്ത് ഈച്ച് ഔട്ട്കം ഇൻ എ സാമ്പിൾ സ്പേസ്. നമ്മുടെ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കമുമായിട്ട് ഒരു റിയൽ നമ്പറിനെ അസൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുക? നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അതൊന്നും ഒരു നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ അല്ല, അവിടെ ഹെഡും ടെയിലും എന്നുള്ളതാണ് അവിടെ ഉള്ളത്. സോ റാൻഡം വേരിയബിൾ എന്ത് ചെയ്യും? ഈ ഓരോ ന്യൂമറിക്കൽ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ റാൻഡം വേരിയബിളിന്റെ ജോലി. ഓക്കെ, സോ എനി റൂൾ ഓർ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ റിയൽ നമ്പർ വിത്ത് ഈച്ച് ഔട്ട്കം ഇൻ എ സാമ്പിൾ സ്പേസ്, ദാറ്റ് ഈസ് റാൻഡം വേരിയബിൾ. സോ അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. സോ ആ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റ്സിനെയാണ് നമ്മൾ എടുക്കുക. ആൻഡ് റേഞ്ച് ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. സോ ഈ റിയൽ നമ്പേഴ്സിലെ ഏതൊരു നമ്പേഴ്സ് വേണമെങ്കിലും വരാം അതിന്റെ റേഞ്ച് ആയിട്ട്. ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ഡൊമൈനും വേണം, റേഞ്ചും വേണം, അല്ലേ? സോ നമ്മുടെ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസും റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും ആണ്. സോ ഇതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ എസ് ബി ദ സാമ്പിൾ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് റാൻഡം എക്സ്പെരിമെന്റ്. നമുക്കൊരു റാൻഡം എക്സ്പെരിമെന്റ് നടക്കുന്നുണ്ട്, അതിന്റെ സാമ്പിൾ സ്പേസ് ആണ് എസ്. സോ ദെൻ എ റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ. ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എഫ് ഫ്രം ഡൊമൈൻ ടു റേഞ്ച്. ആ രീതിയിലല്ലേ നമ്മൾ മാത്തമാറ്റിക്കലി ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഫംഗ്ഷൻ എഫ് ഫ്രം ഡൊമൈൻ ടു റേഞ്ച്, ആ രീതിയിലാണ്. സോ നമ്മൾ സാമ്പിൾ സ്പേസിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? എക്സ് ഫ്രം എസ് ടു ആർ. സോ ഇവിടെ എസ് എന്ന് പറയുന്നതാണ് നമ്മുടെ, ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്, ആ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ ആണ് എക്സ്. ഇനി എസ് ടു ആർ, എസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഡൊമൈൻ ആണ് എഴുതുക. സോ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ റാൻഡം വേരിയബിളിന്റെ ഫംഗ്ഷൻ, റാൻഡം വേരിയബിൾ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. അതായത് നമ്മൾ ഈ ഡൊമൈനിലെ ഓരോ എലമെന്റ്സിനെയും എടുത്തിട്ടാണ് റിയൽ നമ്പേഴ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, സോ എക്സ് ഫ്രം എസ് ടു ആർ, ആർ എന്ന് പറയുമ്പം എന്താണ്? റിയൽ നമ്പേഴ്സ്. സോ ഈ ഓരോ സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റ്സിനും നമ്മൾ റിയൽ നമ്പേഴ്സ് ആണ് അസൈൻ ചെയ്യുന്നത്. സോ എക്സ് ഫ്രം എസ് ടു ആർ ആണ് നമ്മുടെ റാൻഡം വേരിയബിളിന്റെ ഫംഗ്ഷൻ നൊട്ടേഷൻ, എക്സ് ഫ്രം എസ് ടു ആർ, വിച്ച് അസോസിയേറ്റ്സ് ടു എവറി ഔട്ട്കം W ബിലോങ്സ് ടു എസ് എ റിയൽ നമ്പർ എക്സ് ഓഫ് W. നമ്മുടെ എസിലെ നമ്മുടെ ഈ സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ, ആ സാമ്പിൾ സ്പേസിലെ ഓരോ ഔട്ട്കമിനെയും നമ്മൾ W എന്ന് വിളിക്കുകയാണെങ്കിൽ W ആണ് നമ്മുടെ ഓരോ ഔട്ട്കമും. ഇപ്പം കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് എന്ന് പറയുന്നത് ഒരു W1, ടെയിൽ എന്ന് പറയുന്നത് വേറൊരു W2. സോ ആ W1നും W2ക്കും നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ് ഓഫ് W എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റാൻഡം വേരിയബിൾ എന്ന് പറയാം.
ഓക്കെ. സോ ഇതിന് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എന്നാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോ ഈ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നമുക്കറിയാം ഹെഡും ടെയിലും വരും സാമ്പിൾ സ്പേസിൽ. ആരൊക്കെയാണ് ഉണ്ടാവുക? എസ് ഇസ് ഈക്വൽ ടു ഹെഡ് വരാം, ടെയിൽ വരാം. ഓക്കെ. സോ ഈ എക്സാമ്പിളിലെ നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുത്ത ഫംഗ്ഷൻ എന്താണ്? ഹെഡ് ഒക്കർ ചെയ്യുന്നതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. സോ ഈ ഹെഡ് ഒക്കർ ചെയ്യുന്ന ഈ എക്സിനെയാണ് നമ്മൾ ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് എടുത്തതെങ്കിൽ ആ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഈ എസിന്റെ ഉള്ളിലെ എലിമെന്റ് ആണ്. സോ എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹെഡ് ഒക്കർ ചെയ്യുന്നതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. സോ ഈ ഹെഡ് എന്ന് പറയുന്നത് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് അല്ല. സോ അതിനെ നമ്മൾ ഒരു റിയൽ നമ്പർ വെച്ചിട്ട് റിയൽ നമ്പർ ആയിട്ട് മാപ്പ് ചെയ്യാണ്. സോ ഈ ഹെഡിനെ നമ്മൾ എന്താക്കും? ഈ ഹെഡാണ് നമുക്ക് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. സോ ഹെഡിനെ നമ്മൾ എന്താക്കും? 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1. സോ ഇവിടെ നമ്മുടെ എക്സ് എടുക്കുന്ന വാല്യൂ ആണ് 1. സോ ഈ എക്സ് എന്ന് പറയുന്നത് ഈ എക്സ് ഓഫ് ഡബ്ല്യു, ഈ നൊട്ടേഷൻ ആക്ച്വലി വരുന്നത് എങ്ങനെയാണ്? എക്സ് ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ്. ക്യാപിറ്റൽ എക്സ് റാൻഡം വേരിയബിളിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ് ആണ് യൂസ് ചെയ്യുക. സോ എക്സ് ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ്. സോ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റാൻഡം വേരിയബിളിന്റെ സാമ്പിൾ സ്പേസിലെ എലമെന്റ് ആണ്. സോ ഈ ഡബ്ല്യു സാമ്പിൾ സ്പേസിലെ എലമെന്റും ഈ സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഈ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ ആണ്. ഓക്കെ. സോ അസ്യൂംഡ് വാല്യൂ ബൈ ദ റാൻഡം വേരിയബിൾ ആണ് സ്മോൾ എക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ റാൻഡം വേരിയബിൾ. സോ ഇവിടുത്തെ റാൻഡം വേരിയബിൾ ഹെഡ് ഒക്കർ ചെയ്യുന്നതാണ് ഇവിടുത്തെ റാൻഡം വേരിയബിൾ. സോ ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂ ആണ് നമ്മൾ എന്തായിട്ട് അസൈൻ ചെയ്തു? ആ റാൻഡം വേരിയബിളിന്റെ വാല്യൂ നമ്മൾ 1 ആയിട്ട് അസൈൻ ചെയ്തു. സോ എച്ച് എന്ന് പറയുന്നത് എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താവും അവിടെ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ. കാരണം നമ്മുടെ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ഒന്നെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. സോ ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. സോ ഹെഡ് വരുന്നതിനെ നമ്മൾ എന്താക്കിയിട്ടെടുത്തു? ഹെഡ് വരിക എന്നുള്ളത് നമ്മളൊരു ഹെഡ് വരിക എന്നുള്ളതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്കിൽ ആ എക്സ് ഓഫ് എച്ച്, ആ ഫംഗ്ഷൻ ഓഫ് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അവിടുത്തെ അസ്യൂംഡ് വാല്യൂ? അത് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. സോ എക്സ് ഓഫ് ടി, അപ്പം ഹെഡ് വരുന്നതാണ് അവിടെ നമ്മുടെ മെയിൻ. സോ അവിടെ ടെയിലിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിലെ നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്നത്. ഇനി 2 കോയിൻസ് ടോസ് ചെയ്യാണ്. 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരാം? ഇവിടെ 2 കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ സാമ്പിൾ സ്പേസ് HH, HT, TH, TT ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് ഉണ്ടാവുക. 2 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് HH, HT, TH, TT. ഈ രീതിയിലാണ് നമുക്ക് സാമ്പിൾ സ്പേസ് ഉണ്ടാവുക. ഇനി നമ്മൾ റാൻഡം വേരിയബിൾസ് എടുക്കുകയാണ്. ഓക്കെ. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തത്? നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ്. സോ ഈ എക്സ്പെരിമെന്റിലെ ഓരോ ഔട്ട്കത്തിലെയും നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിങ്ങിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? നമ്മുടെ റാൻഡം വേരിയബിൾ ആയിട്ട് എടുത്തു. സോ ഈ റാൻഡം വേരിയബിളിന് കിട്ടുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഇവിടെ എന്തൊക്കെ വാല്യൂസ് ആണ് എക്സ് അസ്യൂം ചെയ്യാൻ സാധ്യതയുള്ളത്? എക്സ് അസ്യൂം ചെയ്യാൻ എക്സ് എന്തൊക്കെ വാല്യൂസ് എടുക്കാം? എക്സ് ഈ സെറ്റ് എന്തൊക്കെ വാല്യൂസ് എടുക്കാം? ഫസ്റ്റ് ഔട്ട്കത്തിൽ എത്ര ഹെഡ് ഉണ്ട്? 2 എടുക്കാം. സെക്കൻഡ് ഔട്ട്കത്തിൽ എത്ര ഹെഡ് ഉണ്ട്? 1 ഹെഡ്. സോ 1 എടുക്കാം. പിന്നെ തേർഡ് ഔട്ട്കത്തിൽ എത്ര ഹെഡാണ്? 1 ഹെഡ്. ഇനി ഫോർത്ത് ഔട്ട്കം ലാസ്റ്റ് ഔട്ട്കത്തിൽ എന്തില്ല? ഹെഡേ ഇല്ല. സോ ഇവിടെ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? നമുക്ക് 0, 1, 2 എന്ന് പറയുന്ന വാല്യൂസ് ഒക്കെയാണ് എക്സ് അസ്യൂം ചെയ്യാം. ഓക്കെ. സോ ഇവിടെ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസ് ആണ് 0, 1, 2. സോ എന്തൊക്കെ വാല്യൂസ് വരാം? എക്സ് ഈക്വൽ ടു 0 വരാം. സോ ഇവിടെ ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് വരുന്നത് ഏത് ഇവന്റിനാണ്? എക്സ് ഓഫ് ഏത് ഇവന്റ് ആണ് 0 വരുന്നത്? ടി എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ എക്സ് ഓഫ് ടി എച്ച് എന്ന് പറയുന്നതും എക്സ് ഓഫ് എച്ച് ടി എന്ന് പറയുന്നതും 1 ആണ്. അവിടെ 1 ഹെഡേ ഉള്ളൂ. ഇനി എക്സ് ഓഫ് എച്ച് എന്ന് പറയുന്നത് 2 ആണ്. അവിടെ 2 ഹെഡ് വന്നിട്ടുണ്ട്. ആ കേസാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മുടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ്. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിലോ, പി ഓഫ് എക്സ് ഓഫ് 0
ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, നമ്മുടെ എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെ കേസിലാണ് എക്സ് 0 ആവുന്നത്, അതായത് നമ്മുടെ നമ്പർ ഓഫ് ഹെഡ്സ് 0 ആവുന്നത് എന്തിലൊക്കെയാണ്, നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ് നമുക്ക് 0 ആവുന്ന കേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഈ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 വരുന്നത് ഏത് ഇവന്റിനാണ്, എക്സ് ഈക്വൽ ടു 0 ആവുന്നത് ഏത് ഇവന്റിനാണ്, ഈ E1 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഇവിടെ E1 എന്ന് പറയുന്ന ഇവന്റ് ഏതാണ്, ടി ആണ്, നമ്മുടെ സെറ്റ് ടി ആണ്. സോ അതിന് ഫേവറബിൾ ആയിട്ട് ആകെ ഒരു ഔട്ട്കമേ അവിടെ ഉള്ളൂ. സോ നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അവിടെ എന്ത് വരും, 1 ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അവിടെ 4 ആണ്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് 1 ബൈ 4 ആണ്. കാരണം ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ് 0 ആവുന്ന ഒരു കേസേ നമുക്കുള്ളൂ. ഓക്കെ, സോ ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വരാനുള്ള പ്രോബബിലിറ്റി അവിടെ 1 ബൈ 4 ആണ്. ഇനി അടുത്ത കേസിലോ, അടുത്ത കേസ് എന്താണ്, എക്സ് ഈക്വൽ ടു 1 വരുന്ന കേസ്. സോ എക്സ് ഈക്വൽ ടു 1 വരുന്ന കേസിൽ അവിടെ നമ്മുടെ ഇവന്റ് എങ്ങനെയായിരിക്കും, ഇവന്റ് വിൽ ബി എക്സ് ഈക്വൽ ടു 1. അതായത് ഈ ഔട്ട്കത്തിലെ ഹെഡിന്റെ എണ്ണം 1 ആവുന്നത്, അത് ഈ രണ്ട് കേസിലാണ് നമുക്ക് ഒരൊറ്റ ഹെഡ് ഉള്ളത്. സോ ദാറ്റ് ഈസ് ടി എച്ച് ആൻഡ് എച്ച് ടി. ഓക്കെ, സോ E2 എന്ന് പറയുന്ന ഇവന്റിൽ ടി എച്ചും എച്ച് ടി ആണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും, നമ്പർ ഓഫ് ഇവന്റ്സ് ഇൻ E2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ദാറ്റ് ഈസ് 2 ബൈ 4, ദാറ്റ് ഈസ് 1 ബൈ 2. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. ഇനി അടുത്തത് നമ്മുടെ റാൻഡം വേരിയബിൾ എങ്ങനെയാണ്, എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന കേസ്. സോ എക്സ് ഈക്വൽ ടു 2 ആവുന്ന സമയത്ത് എന്താണ്, നമ്പർ ഓഫ് ഹെഡ്സ് അപ്പിയറിംഗ് രണ്ട് ഹെഡ്സ് അപ്പിയർ ചെയ്യുന്ന കേസ്. ഓക്കെ, 2 ഹെഡ്സ് അപ്പിയർ ചെയ്യുന്ന കേസ് നമുക്ക് ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. ഓക്കെ, ഈ എച്ച് വരുന്നതാണ് 2 ഹെഡ്സ് അപ്പിയർ ചെയ്യുന്നത്. ഒറ്റ ഹെഡും ഇല്ല ടിയില്, ഇതിൽ രണ്ടിലും ഒരു ഹെഡ് ഉണ്ടായിരുന്നു. 2 ഹെഡ് ഉള്ളത് എച്ചിലാണ്. സോ ഇത് നമുക്ക് എന്താണ്, നമ്മുടെ E3 എന്ന് പറയുന്ന ഇവന്റിൽ ആര് മാത്രമാണ്, എച്ച് മാത്രമേ ഉള്ളൂ. സോ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതിന്റെ ഈ നമ്മുടെ ഇവന്റ് ആയിട്ട് എഴുതുമ്പോൾ അത് എച്ച് മാത്രമേ ഉള്ളൂ. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2, ഈ എക്സ് ഈക്വൽ ടു 2 വരാനുള്ള പ്രോബബിലിറ്റി എങ്ങനെ വരും, പി ഓഫ് എക്സ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 1 ബൈ 4 അല്ലേ. നമ്മുടെ ഈ ഇവന്റ് വന്നിട്ടുള്ളത് ആകെ ഒരെണ്ണാണ്. സോ ഈ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, ദാറ്റ് ഈസ് 1 ബൈ 4. പി ഓഫ് എക്സ് ഈക്വൽ ടു 2, എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഹെഡ് 2 വരുന്ന ഇവന്റ് ഇതിൽ എത്ര എണ്ണം വന്നിട്ടുണ്ട്, സോ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ദാറ്റ് ഈസ് 4. സോ 1 ബൈ 4. ഓക്കെ, സോ ഇങ്ങനെയാണ് കോയിൻ ടോസിങ് എക്സ്പെരിമെന്റിന്റെ കേസിൽ ഇങ്ങനെയാണ് വരിക. ഇനി ഒരു സ്റ്റുഡന്റ് യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്കിലേക്ക് ടെക്നിക്കൽ സപ്പോർട്ടിൽ വിളിക്കുകയാണ്. ഓക്കെ, സോ ആ കേസിനെ ഇപ്പം അതെന്താണ്, ഈ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക, നിങ്ങൾ നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓഫീസിലേക്ക് തന്നെ വിളിക്കുകയാണ്. സോ അതും എന്താണ്, അത് നമുക്ക് ഒന്നെങ്കിൽ എടുക്കും അല്ലെങ്കിൽ എടുക്കൂല എന്ന് നമുക്കറിയാം. അത് അവിടെ ഒരു റാൻഡം ആയിട്ടുള്ള എക്സ്പെരിമെന്റ് അല്ലേ, ഒന്നെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കില്ല. പക്ഷേ നമുക്ക് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. നമ്മളിവിടെ ശരിക്കും എടുക്കും, പക്ഷെ ഇൻ കേസ് നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ലെങ്കിലും വരാം, അങ്ങനെയുള്ള കേസും വരാം. സോ എടുക്കൂല്ലോ എന്ന് നമുക്ക് കൺഫേം ആയിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇവിടെ അതൊരു റാൻഡം ഇവന്റ് ആണ്. സോ ഇവിടെ എന്താണ്, നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്ന ആ ഒരു കേസിനെ ആണ് നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഈ റാൻഡം വേരിയബിൾ വെദർ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ നമ്മൾ whether or not the student will be able to talk. സോ ഈ കുട്ടിക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ എന്താക്കിയിട്ട് എടുക്കുന്നത്, റാൻഡം വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. സോ ഇത് ഈ കുട്ടി നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ, ഇഫ് ഷീ ഈസ് ഏബിൾ ടു ടോക്ക്, അവള് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്താക്കും, സക്സസ് ആയിട്ട് എടുക്കും. ആ ഫോൺ കോൾ സക്സസ് ആയി. അഥവാ അവർക്ക് അണേബിൾ ടു ടോക്ക് ആണെങ്കിൽ അതെന്താവും, ഫെയിലിയർ ആയി. സോ ഇറ്റ് ഇസ് എ ഫെയിലിയർ. ഓക്കെ, സോ നമ്മളിവിടെ ഇത് നമ്മൾ എന്തായിട്ട് എസ് ആയിട്ടും ഇത് എഫ് ആയിട്ടും ഡിനോട്ട് ചെയ്തു.
ഓക്കെ, സോ ഇവിടത്തെ നമ്മുടെ എക്സ് ഓഫ് എസ് നമ്മുടെ റാൻഡം വേരിയബിൾ, ഇവിടെ നമ്മുടെ സക്സസിനെ നമ്മൾ 1 ആയിട്ടും ഫെയിലിയറിനെ നമ്മൾ 0 ആയിട്ടും ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്തായിരിക്കും? ഇവിടെ 2 ഔട്ട്കംസ് ആണുള്ളത്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ സക്സസ് നടക്കാനുള്ള പ്രോബബിലിറ്റി. സോ ദാറ്റ് ഈസ് 1/2. ഇനി പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് വേറൊന്ന്. സോ ദാറ്റ് ഈസ് 1/2. 2 ഔട്ട്കംസേ ഉള്ളൂ. സോ 1/2 1/2 വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിയൽ വേൾഡ് കേസസിനെ മാപ്പ് ചെയ്യുന്നത്. അതിന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മാറ്റിയിട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഡൈസ് റോൾ ചെയ്യുന്ന കേസിലാണെങ്കിലോ, ഡൈസ് റോൾ ചെയ്യുന്ന കേസിൽ റോളിംഗ് എ പെയർ ഓഫ് ഡൈ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ നമ്മൾ എന്തായിട്ട് എടുത്തു? ആ ഡൈയിന്റെ ഫേസസിൽ വരുന്ന നമ്പേഴ്സിന്റെ സമ്മായിട്ടാണ് നമ്മൾ അവിടുത്തെ റാൻഡം വേരിയബിൾ എടുത്തത്. സോ സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ഫേസസ് ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് ഔട്ട്കം? നമ്മുടെ എസ്സിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു രീതിയിലായിരുന്നു നമ്മുടെ സാമ്പിൾ സ്പേസ് ഉണ്ടായിരുന്നത് അല്ലേ? ഇതായിരുന്നു നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ ഈ സാമ്പിൾ സ്പേസിന്റെ എന്താണ്? ഈ സാമ്പിൾ സ്പേസിൽ നമുക്ക് എന്ത് വേണം? സം ഓഫ് നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ഫേസസ്. ഈ രീതിയിൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ 36 ഔട്ട്കംസ് നമുക്കുണ്ട്. ഓക്കെ, സോ ഈ 36 ഔട്ട്കംസിന്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ മാപ്പ് ചെയ്യുന്നത്. സമ്മാണ് നമ്മുടെ മാപ്പിംഗ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ എക്സിന്റെ ഇവന്റ്സ് ആയിട്ട് വരിക? എക്സിൽ ആരൊക്കെ ഉണ്ടാവും? എക്സ് എന്ന് പറയുന്ന ഇവന്റിൽ ഈ സമ്മിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? എവിടെ തൊട്ട് എവിടെ വരെയാണ് നമുക്ക് ഇതുള്ളത്? 1 1 വരാം, 1 2 വരാം. ഓക്കെ, അങ്ങനെ എത്ര വരെ പോകും? 6 6 വരെയാണ് പോവുക അല്ലേ? ഇതിലുള്ള എലമെന്റ്സ് ആണ് നമുക്കുള്ളത് അല്ലേ? നമുക്ക് 3 3 വരാം, 3 4 വരാം. അങ്ങനെ നമുക്ക് മിനിമം 1 1ലും മാക്സിമം 6 6ലാണ്. സോ 1 1ന്റെ സമ്മായിട്ട് നമുക്ക് 2 ഉണ്ട്. അതുപോലെ 1 2ന്റെ സമ്മായിട്ട് 3 വരും. അതുപോലെ 4 5 6 അങ്ങനെ പോയി നമുക്ക് എവിടം വരെ വരാം? നമുക്ക് 2 വരാം, 3 വരാം, 4 5 6 7 വരാം. 7 വരുന്ന കേസ് 3ഉം 4ഉം വരാം. പിന്നെ 8 വരുന്ന കേസ് 4 4 വരാം. അതുപോലെ 5 3 വരാം. പിന്നെ 9 വരുന്ന കേസ് 4 5 അങ്ങനെ വരാം. പിന്നെ 10 വരുന്ന കേസ് 5 5 6 3 അങ്ങനെ വരാം. പിന്നെ 11 വരാം. 11 വരിക എന്ന് പറയുമ്പം അതെങ്ങനെ വരും? 6 5 അതുപോലെ 6 5 വരാം, 5 6 വരാം. പിന്നെ ലാസ്റ്റ് നമുക്ക് എങ്ങനെ വരും? 11 ആണ് 6 5ഉം 5ഉം 3ഉം. അതിന് 2 കേസ് ഉണ്ടാവും. സോറി 5ഉം 6ഉം അതിന് 2 കേസ് ഉണ്ടാവും. പിന്നെ അവസാനം നമുക്ക് ആരുണ്ടാവും? 6 6. ഇത് മാത്രമേ അവസാനം വരുള്ളൂ. 6 6 ആണ് ലാസ്റ്റ്. ഇതിന്റെ താഴത്തേക്ക് എന്ത് പോയി കഴിഞ്ഞാലും എന്താവും? അവിടെ സമ്മ് ഒന്ന് ഈ ഒരു റേഞ്ചിലേ വരുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് പോവില്ല. കാരണം മാക്സിമം 6 6 ആണ് അവിടെ വരാനുള്ളത്. മിനിമം 1 1. 1 1ന്റെ ചോട്ടിക്കും പോവില്ല, 6 6ന്റെ മേലേക്കും പോവില്ല. സോ ഇതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ വാല്യൂസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ റാൻഡം വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 2ഉം 3ഉം 4 5 6 അങ്ങനെ 12 വരെയാണ് നമുക്ക് വാല്യൂസ് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടെ നമ്മുടെ സാമ്പിൾ സ്പേസിൽ ആരൊക്കെയാണുള്ളത്? സോ ഇവിടെ n ഓഫ് എസ് എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. സോ ഇതിലെ ഓരോ ഈ റാൻഡം വേരിയബിൾ എടുക്കുന്ന ഓരോ വാല്യൂവിന്റെയും പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് ഇപ്പം നമ്മൾ ഫസ്റ്റ് വാല്യൂ നോക്കുക. നമ്മുടെ റാൻഡം വേരിയബിൾ ആദ്യം എടുക്കുന്ന വാല്യൂ എന്താണ്? എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ഇവിടെ സമ്മ് 2 ആണ്. ഓക്കെ, സോ സമ്മ് 2 ആവുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ ഇവന്റ് എന്താ? ഇവന്റ് ഈസ് ഈക്വൽ ടു 1 1 എന്ന് പറയുന്ന ഈ ഇവന്റ്. സോ സമ്മ് 2 ആവുന്ന ഇവന്റ് എന്ന് പറയുന്നത് 1 1. ആകെ ഒരൊറ്റ ഇവന്റിലെ സമ്മ് 2 ആവുന്നുള്ളൂ അല്ലെ? സോ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ആകെ ഈ ഒരൊറ്റ ഇവന്റിന്റെ പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി ഓഫ് 1 1 ആണ്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഫോർ ദിസ് ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എന്ത് വരും? ഇവിടെ ആകെ നമുക്ക് ഒരൊറ്റ ഔട്ട്കമേ ഉള്ളൂ. ടോട്ടൽ നമുക്ക് 36 ഔട്ട്കംസ് ഉണ്ട്. സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? 1/36 ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഇപ്പം നമ്മൾ ഒരു ഔട്ട്കം എക്സ് ഈക്വൽ ടു 2. ഇനി വേറെ നമ്മൾ റാൻഡം വേരിയബിൾ വേറെ എടുക്കാൻ പറ്റുന്ന വാല്യൂ ആണ് എക്സ് ഈക്വൽ ടു
3 എന്ന് പറയുന്നത്. സോ എക്സ് ഈക്വൽ ടു 3 വരുന്ന കേസ് എപ്പോഴാ നമ്മുടെ ഇവന്റ്സ് എന്തൊക്കെയായിരിക്കും? എക്സ് ഈക്വൽ ടു 3യുടെ ഇവന്റ്സ് എന്താണ്? നമ്മുടെ സമ്മ് 3 ആവുന്ന ഇവന്റ്സ് ഏതൊക്കെയാ? 1 2ഉം 2 1ഉം തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടുമോ? ആ രണ്ട് ഡൈന്റെ കേസിലും ഇല്ലല്ലോ. നമ്മുടെ 3ന്റെ കൂടെ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യപ്പെട്ടാൽ എന്തായാലും അത് 3നേക്കാളും മേലെ പോകും അല്ലേ? സോ ദാറ്റ് ഈസ് നമ്മുടെ ഈ സെറ്റില് ഈ ഇവന്റിൽ ആരൊക്കെ ഉണ്ടാവുക? 1 2ഉം 2 1ഉം. ഓക്കെ, സോ അവിടുത്തെ പ്രോബബിലിറ്റി എന്താ? പി ഓഫ് എക്സ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് 1 2 ആൻഡ് 2 1. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എത്രയാണ്? നമുക്ക് ഫേവറബിൾ ആയിട്ട് രണ്ട് ഔട്ട്കംസ്. സോ ദാറ്റ് ഈസ് 2/36 ആയിരിക്കും. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 2/36. ഇനി നമ്മുടെ സമ്മ് നമ്മൾ എക്സ് ഈക്വൽ ടു 4 ആണ്, നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു 4 ആണ് എടുത്തതെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മുടെ ഇവന്റ് എന്തായിരിക്കും? സമ്മ് 4 വരാനുള്ള ഇവന്റ് എങ്ങനെയാണ് വരാൻ ചാൻസ്? സമ്മ് 4 വരുന്ന ഇവന്റ് എങ്ങനെ വരും? പല ടൈപ്പ് ഉണ്ടാവും. സമ്മ് 4 വരുന്ന ഇവന്റ് നമുക്ക് 1നെയും 3നെയും ആഡ് ചെയ്യാം. അവിടെ നമുക്ക് 1 2 3 4 5 6 വരെയാണ് വാല്യൂസ് ഉള്ളത് അല്ലെ? സോ സമ്മ് 4 വരിക എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ഈ 1 2 3 4 5 6. സോ ഇതില് സമ്മ് 4 വരുന്ന വാല്യൂ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയൊക്കെ വരാം? 1ഉം 3ഉം ആഡ് ചെയ്താൽ 4 വരും, 2ഉം 2 ആഡ് ചെയ്താൽ 4 വരും, 3ഉം 1ഉം ആഡ് ചെയ്താൽ 4 വരും. പക്ഷേ 4ക്ക് വേറെ എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെന്തായിരിക്കും? അതിനേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്? 3 ഔട്ട്കംസ് ഉണ്ട് അല്ലെ? സോ ദാറ്റ് ഇസ് 1 3 3 1 ആൻഡ് 2 2. ഓക്കെ, സോ പി ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പി ഓഫ് E3 ആണ്. ഓക്കെ, സോ ആ ഇവന്റും റാൻഡം വേരിയബിളും തമ്മിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾ നോക്കുക. ഓക്കെ, സോ പി ഓഫ് E3 എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ദാറ്റ് ഇസ് 3/36 അല്ലെ? മൊത്തം 36 ഔട്ട്കംസ് ആൻഡ് 3 ഔട്ട്കംസ് ആണ് നമുക്ക് ഈ റാൻഡം വേരിയബിളിന് ഫേവറബിൾ ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് 3/36. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2/36നെ നമുക്ക് ചെറുതാക്കായിരുന്നു കേട്ടോ. സോ ഇവിടെ 3/36 വന്ന സമയത്ത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1/12 എന്ന് എഴുതാം. സോ 2/36നെ നമുക്ക് എങ്ങനെ മാറ്റാം? 1/18 എന്ന് മാറ്റാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 4 വരുന്ന കേസ്. ഇനി എക്സ് ഈക്വൽ ടു 5 വരുന്ന കേസ് ആണെങ്കിലോ? എക്സ് ഈക്വൽ ടു 5 വരുന്ന കേസിൽ നമ്മുടെ ഇവന്റ് എങ്ങനെ വരും? നമ്മുടെ ഇവന്റ് വിൽ ബി എക്സ് ഈക്വൽ ടു 5. സമ്മ് 5 വരും. ആ ഒരു മൊത്തം ഔട്ട്കംസിലും എപ്പോഴൊക്കെയാണ് 5 വരിക? 1ഉം 4ഉം ആഡ് ചെയ്താൽ 5 വരും അല്ലേ? 1 2 3 4 5 6 1 2 3 4 5 6. സോ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് കൂട്ടിയാലാണ് 5 വരിക? 1ഉം 4ഉം ആഡ് ചെയ്താൽ 5 ആണ്. അതുപോലെ 4ഉം 1ഉം വരാം അല്ലെ? 1ഉം 4ഉം 4ഉം 1ഉം വരും. ഫസ്റ്റ് ഡൈയില് 1ഉം സെക്കൻഡ് ഡൈയില് 4ഉം. ഫസ്റ്റ് ഡൈയില് 4ഉം സെക്കൻഡ് ഡൈയില് 1ഉം. പിന്നെ എന്ത് വരും? 2 3ഉം വരാം അല്ലെ? 2ഉം 3ഉം വരാം. ഇനി 3ഉം 2ഉം വരാം. ഓക്കെ, സോ 3 2 വരാം. ഇനി അടുത്ത കേസ് എങ്ങനെ വരാം? എക്സ് ഈക്വൽ ടു 5 ആണ്. സോ 1 4 4 1 2 3 3 2. ഇനി വേറെ ഏതെങ്കിലും കേസ് വരുമോ? 5 സമ്മ് 5 ആയിട്ട് വരുന്ന വേറെ ഏതെങ്കിലും കേസ് നമുക്ക് ആ ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കാരണം വേറെ എന്തൊക്കെ ഇനിയിപ്പം 5 വന്നു കഴിഞ്ഞാൽ അത് 5നേക്കാളും വലിയ നമ്പർ ആയി. സോ സമ്മ് ഒരിക്കലും അവിടെ 5 നമുക്ക് കിട്ടൂല. സോ ഇവിടുത്തെ നമ്മുടെ പി ഓഫ് എക്സ് ഈക്വൽ ടു 5, ഈ എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി അവിടെ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇതാണ് നമ്മുടെ ആ റാൻഡം വേരിയബിൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ് ഈ E4 ആണ്. സോ ഈ E4ൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 4 ഔട്ട്കംസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് 4 മൊത്തം എത്ര ഔട്ട്കംസ് ആണ്? 36. ഓക്കെ, സോ ദാറ്റ് ഈസ് 4/36. സോ 4/36നെ നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 4/36 എന്ന് പറയുമ്പോൾ 36 = 9 × 4. സോ ഇവിടെ ഈ 4ഉം ഈ 36ഉം കട്ട് ചെയ്താൽ നമുക്ക് 9 കിട്ടും. സോ ദാറ്റ് ഈസ് 1/9. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 5 വരുന്ന കേസിൽ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി 1/9 കിട്ടി. ഇനി അതുപോലെ നമുക്ക് എത്ര വരെ ഉണ്ട്? നമുക്ക് 12 വരെ സമ്മ് ഉണ്ട്. സോ ഓരോന്നിന്റെ സമ്മ് നോക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 6 വരുന്നത് ഏത് കേസിലാണ്? എക്സ് ഈക്വൽ ടു 6 വരുന്ന നമ്മുടെ ഇവന്റ് എങ്ങനെ വരും? ഈ 5 ഈക്വൽ ടു 6 വരുന്നത് ഇവിടെ 1 5 എടുക്കുമ്പോൾ 6 വരും, 5 1 എടുക്കുമ്പോൾ 6 വരും, പിന്നെ 2 4 എടുക്കുമ്പോൾ 6 വരും, 4 2 എടുക്കുമ്പോൾ 6 വരും, 3 3 എടുക്കുമ്പോഴും 6 വരും അല്ലേ? സോ ഇവിടെ നമുക്ക് ഈ ഇവന്റിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 4 5.
5 ഇവന്റ്സ് ആണ്, 5 ഔട്ട്കംസ് ആണ് ഈ ഇവന്റിന് ഫേവറബിൾ ആയിട്ടുള്ളത്. സമ്മ 6 എന്ന് പറയുന്നതിന് ഫേവറബിൾ ആയിട്ട് 5 ഇവന്റ്സ് ഉണ്ട്. സോ ഇവിടുത്തെ നമ്മുടെ x ഈക്വൽ ടു 6ന്റെ പ്രോബബിലിറ്റി എന്താണ്? P ഓഫ് x ഈക്വൽ ടു 6 ഇസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? നമുക്ക് ഇവിടെ 5 ആണ്. സോ 5/36. ഓക്കെ, ഇനി x ഈക്വൽ ടു 7 ആയിരുന്നെങ്കിലോ ആ ഒരു ഇവന്റിന്റെ ഫേവറബിൾ ആയിട്ട് ആരൊക്കെ ഉണ്ട്? 7 സമ്മ 7 കിട്ടുന്നത് എപ്പോഴൊക്കെയാ? 1 6 6 1. ഈ കേസിൽ 7 വരാം. അതുപോലെ 2 5 5 2. ഈ കേസിൽ 7 വരാം. 2 5 5 2 ആഡ് ചെയ്താൽ 7 ആണ്. ഇനി 3 4 4 3 3 4 4 3 ആഡ് ചെയ്താൽ 7 ആണ്. ഇനിയോ ഇപ്പൊ നമ്മൾ ചെറുതെന്ന് വലുത് വരെ എത്തി. സോ ഇത്രയും കേസസ് നമുക്ക് വരാം. ഓക്കെ, 7 സമ്മ കിട്ടാൻ ഇത്രയും കേസസ് വരാം. സോ P ഓഫ് x ഈക്വൽ ടു 7 എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഈ ഇവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ വരും? ഇതിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 4 5 6. സോ അവിടെ നമുക്ക് എത്ര ഔട്ട്കംസ് ആണ്? 6 ഔട്ട്കംസ്. 6 by total number of outcomes, that is 36. So that is 6/36, that is 1/6 വരാം. ഓക്കെ, ഇനി x ഈക്വൽ ടു 7 ആവുമ്പോൾ ഈ കേസ്. ഇനി x ഈക്വൽ ടു 8 എന്ന് പറയുമ്പോൾ എന്താണ്? സമ്മ 8 വരുന്നത്. സോ ദാറ്റ് ഈസ് E8. എപ്പോഴൊക്കെയാണ് സമ്മ 8 വരിക? ഇവിടെ ഒരു ഡൈയിലും ഇവിടുത്തെ ഡൈയും നോക്കുകയാണെങ്കിൽ സമ്മ എപ്പോഴൊക്കെ 8 വരും? ഇവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമ്മ 8 വരുമോ? ഇല്ലല്ലോ. 1 ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് നമ്മൾ 7 ഇടണം. പക്ഷേ നമ്മുടെ ഡൈയിൽ ആരില്ല? 7 ഇല്ല. സോ നമുക്ക് 1ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 2ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലോ, ഇവിടെയൊക്കെ നമ്മൾ 1ൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ 1ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ സമ്മ എക്സീഡ് ആയിട്ട് പോകും. സോ 2ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 2ൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡൈയിൽ 2ഉം സെക്കൻഡ് ഡൈയിൽ 6ഉം ആണെങ്കിൽ എന്താവും? സമ്മ 8 വരും. സോ 2 6 വരാം. ഇനി 6 2 2 6 ഉണ്ടെങ്കിൽ 6 2 വരും. പിന്നെ എന്ത് വരും? 2 6 6 2 വരാം. അതുപോലെ സം 8 വരുന്നത് 2 കഴിഞ്ഞാൽ ഇനി 3 എടുത്ത് നോക്കുമ്പോൾ 3 5ഉം 5 3ഉം 3ഉം 5ഉം ആഡ് ചെയ്താൽ 8 ആണ്. സോ 3 5 5 3. സോ ഇതിന്റെ സം എന്താണ്? 8 ആണ്. ഇനി 3 കഴിഞ്ഞു. ഇനി 4 ആവുമ്പോൾ 4ഉം 4ഉം വരാം. സോ 4 4. ഇതിന്റെയും സം എന്താണ്? 8 ആണ്. സോ നമ്മുടെ ഈ ഇവന്റിൽ എത്ര പേരുണ്ട്? 1 2 3 1 2 3 4 5. സോ ഇവിടെ നമുക്ക് ഫേവറബിൾ ആയിട്ട് 5 ഇവന്റ്സ് ഉണ്ട്. സോ P ഓഫ് x ഈക്വൽ ടു 8. x ഈക്വൽ ടു 8 എന്ന് പറയുന്ന റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 5/36 ആണ്. ഇവിടെ 5 ഔട്ട്കംസ് ഉണ്ട്, മൊത്തം 36 ഔട്ട്കംസ് ഉണ്ട്. സോ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള നമ്മുടെ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 5/36. ഇനി x ഈക്വൽ ടു 9 ആണെങ്കിൽ എങ്ങനെ വരും? ഈ 9 എങ്ങനെ വരാം? സമ്മ 9 വരുന്നത് കേസ് എന്തൊക്കെയാണ്? 1 എടുത്താൽ അപ്പുറത്ത് 8 വേണം, 2 എടുത്താൽ അപ്പുറത്ത് 7 വേണം. സോ അതിലൊന്നും 1 എടുത്താൽ അപ്പുറത്ത് 8, 2 എടുത്താൽ 7. പിന്നെ ഇതിലൊന്നും നമുക്ക് 9 എടുക്കാൻ പറ്റില്ല. 3 എടുത്താൽ അപ്പുറത്ത് 6 ഉണ്ട് അല്ലെ? 3ഉം 6ഉം കൂടിയ 9 ആയി അല്ലെ? സോ 3 6ഉം എന്തോ എടുക്കാം? 6 3 എടുക്കാം. ഓക്കെ, സോ 3 6ഉം 6 3 എടുക്കാം. ഇനി വേറൊരാളും കൂടെ ഉണ്ട്, നമ്മുടെ 4 അല്ലെ? 4നെ നമ്മൾ മറക്കരുത്. സോ 4 5ഉം 5 4. ഓക്കെ, സോ ഇതാണ് നമ്മുടെ P ഓഫ് x ഈക്വൽ ടു 9ന് ഫേവറബിൾ ആയിട്ട് 4 ഔട്ട്കംസ്. സോ ദാറ്റ് ഈസ് 4/36, ദാറ്റ് ഈസ് 1/9. ഓക്കെ, സോ P ഓഫ് x ഈക്വൽ ടു 9 എന്ന് പറയുമ്പം അതെന്താണ്? 1/9. ഇനി x ഈക്വൽ ടു 10 ആവുന്ന കേസിലോ? x ഈക്വൽ ടു 10 ആവുമ്പോഴും നമുക്ക് ഇവന്റ്സ് ആരൊക്കെയാണ്? 5 5 വരാം, 4 6 വരാം, 6 4 വരാം. ഈ 3 ഇവന്റ്സ് മാത്രം. സോ P ഓഫ് x ഈക്വൽ ടു 10 ഇസ് ഈക്വൽ ടു 3/36. ഇനി x ഈക്വൽ ടു 11 വരുന്നത്, 11 എപ്പോഴാണ് സം വരിക? ഈ 11 എന്ന് പറയുമ്പം സം എങ്ങനെ വരും? 11 വരുന്നത് 6 5ഉം 5 6ഉം അല്ലെ? 6ഉം 5ഉം 5ഉം 6ഉം ആഡ് ചെയ്താലും 11 ആണ്. വേറൊരു കേസിൽ നമുക്ക് 11 കിട്ടില്ല. സോ P ഓഫ് x ഈക്വൽ ടു 11 ഇസ് ഈക്വൽ ടു 2/36. ഓക്കെ, 3/36നെ നമുക്ക് 1/12 എന്ന് എഴുതാം, 2/36നെ 1/18 എന്ന് എഴുതാം. ഇനി x ഈക്വൽ ടു ലാസ്റ്റ് നമ്മുടെ സം എങ്ങനെ വരും? x ഈക്വൽ ടു 12 ആവാം. സോ x ഈക്വൽ ടു 12 എന്ന് പറയുമ്പം അവിടുത്തെ E12 ആ ഇവന്റിന്റെ എത്ര ഔട്ട്കംസ് ഉണ്ട്? E12ല് ആകെ 6 6. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സം അല്ലെ? നമുക്ക് ലാസ്റ്റ് 6 6 ഒരു ഫേസിൽ 6ഉം വേറൊരു ഫേസിൽ 6ഉം വരുന്നത് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. സോ സമ്മ 12 വരണമെങ്കിൽ ഒരു ഫേസിൽ 6ഉം വേറൊരു ഫേസിൽ 6ഉം വരണം. ഓക്കെ, സോ P ഓഫ് x ഈക്വൽ ടു 12 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1/6
36 ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആകെ ഒരു ഇവന്റേ ഉള്ളൂ. ടോട്ടൽ എത്ര ഇവന്റ്സ് ഉണ്ട്? ടോട്ടൽ നമുക്ക് 36 ഇവന്റ്സ് ഉണ്ട്. സോ ഇവിടെ 1/36 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റാൻഡം വേരിയബിൾസിന് എടുക്കേണ്ടതും അതിന്റെ പ്രോബബിലിറ്റീസ് നോക്കേണ്ടതും ഒക്കെ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സാമ്പിൾ സ്പേസിനെ നമ്മൾ റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡം വേരിയബിൾസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് റാൻഡം വേരിയബിൾസിന്റെ പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ആ റാൻഡം വേരിയബിൾ വരുന്ന അതിന്റെ ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കം നമ്മുടെ സാമ്പിൾ സ്പേസിൽ ഉണ്ടോ അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഓക്കെ, ഇവിടെ ഇപ്പൊ ഈ സമ്മ് 10 ആവുന്ന ഇതിന് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കംസ് ഇവിടെ ഉണ്ട്, നമ്മുടെ ഇവന്റിലുണ്ട്. ആ ഔട്ട്കംസ് അത്രയും നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അങ്ങനെയാണ് നമ്മൾ ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി നമ്മൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് റാൻഡം വേരിയബിൾ നമുക്ക് 2 തരത്തിലാണ് റാൻഡം വേരിയബിൾസ് ഉള്ളത്. റാൻഡം വേരിയബിൾസിനെ നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്നും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ എന്തായിരിക്കും ഡിസ്കസ് ചെയ്യുക? ഇനി അങ്ങോട്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് നമുക്ക് മൊഡ്യൂൾ 2-ലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ആദ്യം നമുക്ക് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പിന്നെ അങ്ങോട്ട് ഡിസ്ക്രീറ്റിനെ മാത്രം എടുക്കാം. മൊഡ്യൂൾ 2 ആകുമ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂസിലേക്ക് പോവാം. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഹൂസ് വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫൈനൈറ്റ് സെറ്റ് ഓർ എ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റ്. ഒരു റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് ഫൈനൈറ്റ് സെറ്റോ അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് സെറ്റോ ആണെങ്കിൽ അതെന്താണ്? അത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്. ആ കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റിൽ നമുക്ക് റാൻഡം വേരിയബിൾ എടുക്കുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ റാൻഡം വേരിയബിൾസ് ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ സം എടുത്തു. സോ ആ സമ്മിന്റെ വാല്യൂസ്, റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തത് നമുക്ക് കിട്ടിയ വാല്യൂസ് x = 2, 3, 4, 5 up to 12 വരെ കിട്ടി, അല്ലെ? സോ ഈ 12 വാല്യൂസും എന്തായിരുന്നു? ഫൈനൈറ്റ് വാല്യൂസ് ആയിരുന്നു. സോ ഇങ്ങനെ ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആവുമ്പോൾ എ റാൻഡം വേരിയബിൾ ഈസ് കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ടേക്ക് ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഇൻ എ കണ്ടിന്യൂസ് ഇന്റർവെൽ. ഒരു കണ്ടിന്യൂസ് ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് ഒരു റാൻഡം വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ആ റാൻഡം വേരിയബിളിനെ നമ്മൾ എന്ത് പറയും? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയും. ഓക്കെ, പിന്നെ ഫോർ എനി സ്പെസിഫിക് വാല്യൂ സി പി ഓഫ് x = c = 0. ഓക്കെ, സോ ഒരു സ്പെസിഫിക് വാല്യൂവിന് നമ്മുടെ ഒരു സ്പെസിഫിക് വാല്യൂവിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അവിടെ 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ നോക്കാം ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് വരുന്ന കേസ് എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് വരുന്ന കേസസ് എവിടേക്കാണെന്ന് അറിയാമോ? ഇപ്പം ഒരു എമൗണ്ട് ഓഫ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കണ്ടിന്യൂസ് എന്താ പറയുക, ഒരു കസ്റ്റമർ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇത്രയും സമയം ചെലവഴിക്കുകയാണ്. ഇപ്പൊ ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് അയാൾ ഇറങ്ങുന്ന വരെയുള്ള സമയം, ആ സമയമാണ് നമ്മൾ എടുക്കുന്നത്. അത് ആക്ച്വലി ഒരു സർട്ടൻ റേഞ്ചിന്റെ ഉള്ളിൽ, അത് ഇന്ന സമയം എന്ന് നമുക്ക് ആ റാൻഡം വേരിയബിൾസിനെ നമുക്ക് പറയാൻ പറ്റില്ല. ആ വാല്യൂസ് എടുക്കുന്നത് ഒരു സർട്ടൻ റേഞ്ചിന്റെ ഉള്ളിലുള്ള വാല്യൂസ് ആണ്. ഓക്കെ, അതെടുക്കുന്നത് ഒരു സർട്ടൻ റേഞ്ചിന്റെ ഉള്ളിലുള്ള വാല്യൂസ് ആണ്. ഓക്കെ, എമൗണ്ട് ഓഫ് ടൈം എ കസ്റ്റമർ സ്പെൻസ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇൻഫൈനൈറ്റ്ലി മെനി വാല്യൂസ് അത് എടുക്കാം. ഡിസ്ക്രീറ്റ് ആയിട്ട് ഇത്ര സമയം നമുക്ക് പറയാൻ പറ്റില്ല. സോ അതെന്താണ്? അതൊരു കണ്ടിന്യൂസ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു സിറ്റിയിലെ ടെമ്പറേച്ചർ, ഓക്കെ, ഒരു സ്പെസിഫിക് ടൈമിൽ ഒരു സിറ്റിയിലെ ടെമ്പറേച്ചർ ഓഫ് എ സിറ്റി ഇൻ എ ഗിവൺ ടൈം, അത് നമ്മൾ നോക്കുമ്പോഴും എന്താണ്? അത്
ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഓക്കെ, ടെമ്പറേച്ചറിന് ഏത് വാല്യൂ വേണമെങ്കിലും ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ മിനിമം ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവും, മാക്സിമം ഇത്ര ടെമ്പറേച്ചർ ഉണ്ടാവും. സോ അതിന്റെ ഉള്ളിൽ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ഒരു സ്പെസിഫിക് ടൈമിൽ ഇന്ന ടെമ്പറേച്ചർ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ P of x equal to C equal to 0 ആയത്. സ്പെസിഫിക് ആയിട്ട് ഇന്ന സമയത്ത് ഉള്ള വാല്യൂ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ എന്താണ്, നമുക്ക് സ്പെസിഫിക് ആയിട്ട് അവിടെ പറയാൻ പറ്റില്ല. ഒരു ടൈം ഇന്റർവെല്ലിന്റെ ഉള്ളിൽ ഇപ്പം രാവിലെ 10 മണി തൊട്ട് 5 മണി വരെ, അല്ലെങ്കിൽ രാവിലെ 10 മണി തൊട്ട് 10:15 വരെ ഇത്രയും ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു ആ സ്ഥലത്തെ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പം ഒരു മാരീഡ് കപ്പിൾസിനെ നമ്മൾ എടുക്കുകയാണ്. അവർക്ക് മാരീഡ് കപ്പിൾസിന്റെ നമ്പേഴ്സ് എടുത്തിട്ട് അവർക്ക് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണ്. സോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എത്ര ടെസ്റ്റ് പെർഫോം ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് അതിനെ മാപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന്റെ ഈ കേസിൽ നമുക്ക് അവിടെ നമ്മുടെ റാൻഡം വേരിയബിൾസ് ആയിട്ട് ആരൊക്കെ വരും? 2, 4, 6, 8 നമ്പർ ഓഫ് ടെസ്റ്റ് അങ്ങനെ പോകും അല്ലേ. 2 ടെസ്റ്റ് നടത്താം, 4 ടെസ്റ്റ്, 6 ടെസ്റ്റ്, 8 ടെസ്റ്റ്, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന ടെസ്റ്റ് നടത്തും, ഇത്രയും ടെസ്റ്റ് നടത്തും നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, സോ അതെന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, കാരണം അത് ഡിസ്ക്രീറ്റ് ആണ്. അവിടെ ഇത്ര കപ്പിൾസ് വന്നു എന്ന് നമുക്കറിയാം, ഇനി എത്ര കപ്പിൾസ് വന്നാലും അതെന്താണ്, 2ന്റെ പെയേഴ്സ് ആയിട്ടാണ് വരിക അല്ലെ. കപ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ പെയറാണ്. സോ എത്ര കപ്പിൾസ് വന്നാലും 2, 4, 6, 8 എന്നുള്ള രീതിയിലാണ് അവിടെ ആ നമ്പേഴ്സ് എടുക്കുന്നത്. സോ അതെന്താണ്, ആ ഒരു നമ്പർ ഓഫ് ടെസ്റ്റ് അവിടെ നടത്തുന്ന ആ നമ്പർ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഓക്കെ, സോ ഇതാണ് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും തമ്മിലുള്ള വ്യത്യാസം. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു റേഞ്ചിന്റെ ഉള്ളിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും അതെടുക്കാം. പക്ഷെ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ അത് ഫൈനൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരിക്കും. സോ അതാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്? നമ്മൾ നമ്മുടെ ഈ ഒരു പേപ്പറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ ഒരു പ്രോബബിലിറ്റിയുടെ അപ്ലിക്കേഷൻസ്, ഈ ഒരു മൊഡ്യൂളിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിലേക്ക് കടന്നു. ഈ മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, റാൻഡം എക്സ്പെരിമെന്റിന്റെ കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സോ ആ കുറച്ച് ടേംസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, റാൻഡം വേരിയബിൾസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. 2 ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ബാക്കി കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള പാർട്ടുകളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. ഓക്കെ, സോ ബേസിക് ആയിട്ട് നിങ്ങൾ പ്രോബബിലിറ്റിനെ പറ്റി പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്. എന്താണ് ഒരു റാൻഡം വേരിയബിൾ, എങ്ങനെയാണ് ഒരു റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ, എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ്, അത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ സാമ്പിൾ സ്പേസ്, അതിന്റെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ റാൻഡം വേരിയബിൾ, അതിന്റെ 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ്, ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ മൊഡ്യൂളിൽ വേണ്ട കാര്യങ്ങൾ. സോ ഫർദർ ആയിട്ട് നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിലേക്കും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കടക്കാം. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ എന്തായാലും ക്ലാസ് എടുത്ത് കാണുക. സോ ക്ലാസ് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളോട് ചോദിക്കാം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരാം. എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. കൺഫ്യൂഷനും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ അവസാനത്തെ ആ ഒരു റഷ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമുക്ക് എന്തുള്ളത്, മാത്സ് ഫോർ കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസിലുള്ളത്. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും, പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മാർക്ക് പോകാനും പറ്റും. സോ അങ്ങനെ ഒരു ടോപ്പിക്കാണ് പ്രോബബിലിറ്റി. ഓക്കെ, സോ എളുപ്പത്തിൽ നമുക്ക് പ്രോബബിലിറ്റി ഇങ്ങനെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ കാണാം.